ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കോമളൻ ഘനശ്യാമളൻ മമതാമര കണ്ണാവന്നാലും വെണ്ണയും കിണ്ണത്തിൽ കണ്ണ നിന്നെയും കാത്തിരിക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വെണ്ണതാൻ തിന്നാൽ തൊണ്ടയിൽ തങ്ങും വെണ്ണമുണ്ടോർത്തു കാച്ചിയ പാലി പൊന്നിൻ കിണ്ണത്തെ കച്ചിതാ നിന്നെ കാക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും മണി വന്നാലി വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും കുഞ്ഞി പൈതലേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൊച്ചിളം ബൊച്ച കേൾക്കുന്നു കണ്ണാ വഞ്ചിക്കാതിങ്ങു വന്നാലും കിങ്ങിയൊങ്ങുന്നതു കേൾക്കാം കിങ്ങിവൻ കോമൽ കണ്ണൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ തൃക്കടത്തിനോടക്കുഴലുമായി വിസരസിനി വന്നാലും പാദങ്ങളെ പാദരാസ അർപ്പിച്ചിടട്ടെ സർവരും ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സമസ്ത ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി വാഗവധാവസംഭൃതൗ വാഗവധപ്രതിപത്തയെ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ഓം നമോ ഭഗവതേ വാസുദേവായ സത്യം വിധാതും നൃതഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന
അദൃശ്യതാപ്യത്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സംഭൂതം നർഗാത്മകം ന മനുജാകാരം ബഭുഃ. സർവേശ്വരൻ കോടാനുകോടി അവതാരങ്ങൾ എടുത്തതായിട്ടൊക്കെ നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. എന്താണ് അവതാരം? അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങി വരിക എന്നർത്ഥം. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇറങ്ങി വരണത്? പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈശ്വരന് പ്രത്യേകിച്ച് എങ്ങും വരാനുമില്ല, എങ്ങും പോകാനുമില്ല. എപ്പോഴും ഉള്ളവനാണ്, ഉണ്ടായതല്ല, അതുകൊണ്ട് നശിക്കുന്നതല്ല. ആ നിത്യസത്യമായിരിക്കുന്ന ഈശ്വരൻ എപ്പോഴാണോ, ഏത് ഭക്തന്മാരാണോ തൻ്റെ ഉള്ളു തുറന്ന് വിളിക്കണത്, കാണാൻ മോഹിക്കണത്, ഏത് രൂപത്തിൽ കാണാൻ മോഹിക്കണോ ആ രൂപത്തിൽ ഭഗവാൻ അവിടെ വരണം. എവിടെ വിളി പൊങ്ങുന്നുവോ അവിടെ ഭഗവാൻ വരുന്നതാണ്. എവിടെ ഇരുന്നിട്ടാണ് മനസ്സ് ചുറ്റി വിളിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാവുക. എത്രയോ അവതാര സന്ദർഭങ്ങൾ ഭാഗവതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. ഓരോ ഭക്തന്മാരും ഓരോ തരത്തിലാണ് ഭഗവാനെ വിളിക്കുന്നത് എന്ന് കാണട്ടെ ഞാൻ. ഏത് രൂപം വേണം? അവ ഉപാസകൻ്റെ മനസ്സിൽ ഏത് രൂപത്തിൽ കാണാനാണോ മോഹിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ മുമ്പിൽ വരണം. ദുഷ്ടമായിരിക്കുന്ന ഒരു ഭാവത്തിൽ കൂടി കാണണമെന്ന് ഹിരണ്യകശിപു മോഹിച്ചപ്പോൾ ഹിരണ്യകശിപു ഭഗവാന്റെ പാതാരബന്ധങ്ങൾ കണ്ടില്ല. ആ അതിഭയാനകമായിരിക്കുന്ന സിംഹരൂപം മാത്രമേ കണ്ടുള്ളൂ. കൊച്ചുണ്ണിയായിരിക്കുന്ന പ്രഹ്ലാദനോ പരമമായിരിക്കുന്ന പ്രേമഭക്തി കൊണ്ട് ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ ആ തിരുമുഖമല്ല കാണിച്ചു കൊടുത്തത്, പിന്നെയോ ആ പാദസ്ഥലങ്ങൾ അണിഞ്ഞ മനോഹരമായിരിക്കുന്ന പാദങ്ങൾ. ഭാഗവതം പറയാം, ഒരേ ഭഗവാൻ തന്നെ രണ്ട് ഭക്തന്മാർക്ക് രണ്ട് ഭാവത്തിൽ ദർശനം കൊടുക്കുന്നു. അത് ഗുരുവായൂരപ്പനല്ലാതെ കണ്ട് വേറെ ആർക്ക് സാധിക്കും? അതാണ് ഭഗവാൻ പൂച്ചയെ പോലെയാണെന്ന് പറയും. പലപ്പോഴും സജ്ജനങ്ങൾ പറയും, പൂച്ച തൻ്റെ കുട്ടിയെ കടിച്ചു കൊണ്ടുപോകണം നമ്മൾ കാണാറില്ലേ? കുഞ്ഞുങ്ങളെ കടിച്ചു കൊണ്ടുപോകുമ്പോൾ അല്പം പോലും കുഞ്ഞിന് വേദന എടുക്കില്ല. കാരണം എന്താ? എത്ര സുരക്ഷിതമായിട്ടാണ് തള്ളപ്പൂച്ച കുട്ടിയെ കടിച്ചു കൊണ്ടുവയ്ക്കുന്നത്. അതേ പല്ലുകൊണ്ട് അതേ വായ കൊണ്ട് തന്നെ എലിയെ പിടിക്കുന്നത്. ആ എലി കിടന്ന് പിടയ്ക്കണ കാണണം അല്ലേ? രണ്ടും ഒരേ പൂച്ചയല്ലേ കൊടുക്കുന്നത്. ഇതേപോലെയാണ് ഈശ്വരൻ തന്നെ സ്നേഹിച്ചുകൊണ്ട്, തന്നെ മനസ്സ് വെച്ചുകൊണ്ട്, തൻ്റെ തിരുനാമം ജപിച്ചുകൊണ്ട് ആരാണോ നടക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. അത് ഏത് രൂപത്തിലായിക്കോട്ടെ ആ സ്മരണയ്ക്ക് നൈരന്തര്യം വരണം. നിരന്തരമായിട്ട് ധാര പോലെ എന്ന് പറയും. ആ ധാര പോലെ, ധാര കണ്ടപ്പല്ലേ നമ്മൾ മഹാദേവന് മുറിയാണ്ട് വരണം വെള്ളം. ഇങ്ങനെ എണ്ണയാണെങ്കിലും പാലാണെങ്കിലും വെള്ളമാണെങ്കിലും മുറിയാണ്ട് വരുമ്പോഴാണ് അതിൻ്റെ പേരാണ് ധാര എന്ന് പറയുക. ഓരോ തുള്ളിയായിട്ട് വന്നാൽ അത് ധാരയാവില്ല. അങ്ങനെയൊക്കെ കാണിക്കുന്ന സ്ഥലങ്ങളുണ്ട്. തുള്ളിയായിട്ട് വന്നാൽ പോരാ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ആ ധാരയുടെ പേരാണ് തിരിച്ചിടുമ്പോൾ എന്തായിട്ട് മാറി? രാധ അല്ലേ? അപ്പോൾ ഭഗവാൻ കലയ്ക്ക് നമുക്ക് എങ്ങനെയായി തീരണം? മനസ്സ് രാധയെ പോലെ ആവണം, ധാര പോലെ ആയി തീരണം. അത് കാണിച്ചു തരികയാണ് നമുക്ക്. അതുണ്ടെന്ന് വരട്ടെ, ഭഗവാൻ നമ്മുടെ അടുത്ത് വരും. ഏത് തരത്തിലാണോ നമുക്ക് കാണാൻ മോഹം ആ രൂപത്തിൽ, ഭീകരമായിരിക്കുന്ന രൂപത്തിൽ തൻ്റെ സഹോദരന് ഏത് തരത്തിലാണോ അനുഗ്രഹം കൊടുത്തത് അതേ രൂപത്തിൽ കാണാൻ മോഹിച്ചപ്പോൾ ആ ഹിരണ്യകശിപുവിനെ സിംഹാകൃതിയിൽ കൊടുത്തു. പ്രഹ്ലാദൻ എന്ന പരമപ്രേമഭക്തന് മറ്റൊന്നും വേണ്ട, കണ്ണാ നിന്റെ കുഞ്ഞുപാദങ്ങൾ കണ്ടാൽ മാത്രം മതി. ആ പാദസ്ഥലങ്ങളെങ്ങനെ? മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ ഇത്യാലബന്ധം. ആ പാതാരബന്ധങ്ങൾ ഭഗവാന്റെ പാദങ്ങളെ മുറുകെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് പദഭജനം ശ്രേയ പദഭജനം ശ്രേയ. ഈ പാദങ്ങളെ ഭജിക്കൂ, ഈ പാദങ്ങളെ ഇതേപോലെ കെട്ടിപ്പിടിക്കൂ എന്ന് പറയണില്ലേ? ആ പാതാരബന്ധങ്ങളെ കാണാൻ പ്രഹ്ലാദം മോഹിച്ചു. ഭഗവാൻ കാണിച്ചു കൊടുത്തത് ആ പാതാരബന്ധങ്ങളാണ്. അതാണ് മനുജാകാരം വപുഃ. ഏത് രൂപത്തിലാണ്? സംഭൂതം നമുക്കാത്മകം മനുജാകാരം വപുഃ. മനുഷ്യനുമല്ല സിംഹമല്ലാത്ത രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. ഏതൊരു ഹൃദയം കൊണ്ടാണോ തന്നെ സദാ ധ്യാനിച്ചു കൊണ്ടിരുന്നത് ആ ഹിരണ്യകശിപുവിൻ്റെ മാറുടം ഭഗവാൻ പൊളിച്ചു കാണിച്ചു കൊടുത്തു. ഇതാ കണ്ടോളൂ, എൻ്റെ ഉള്ളിലുണ്ടല്ലോ ഞാൻ എന്നാണ്.
അല്ലാണ്ട് വേറെ എവിടെയോ കാണിച്ചു കൊടുക്കല്ല. ഏത് ഹൃദയം കൊണ്ടാണോ കാണാൻ മോഹിച്ചത് ആ ഹൃദയത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. പറയാറില്ലേ നമ്മൾ, ഹനുമാൻ സ്വാമി തൻ്റെ മാർഗം കാണിച്ചു കൊടുത്തു. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ. അതേപോലെ ഇവിടെ സ്വയമേവ പൊളിക്കാൻ അറിയില്ലാത്തതുകൊണ്ടായിരിക്കും ഭഗവാൻ ഒന്ന് പൊളിച്ച് കാണിച്ചു കൊടുത്തു, നിൻ്റെ ഹൃദയത്തിലുണ്ട്. നമ്മളോടും ഭഗവാൻ പറയണു, എന്തിനാ മറ്റൊരിടത്തേക്ക് അന്വേഷിച്ച് പോണത്, നിൻ്റെ കൂടെ ഉണ്ടല്ലോ, നിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ട്. പക്ഷെ നമ്മളൊരിക്കലും എൻ്റെ ഉള്ളിലേക്ക് നോക്കാറുള്ളതുമില്ല. നമ്മൾ നോക്കുന്നതെല്ലാം പുറമിലേക്കാണ്. എവിടെയാണാവോ എൻ്റെ ഭഗവാൻ? ഈ അമ്പലത്തിലാണോ, അടുത്ത അമ്പലത്തിലാണോ, വേറെ ഏതെങ്കിലും തറയിലാണോ, തുള്ളുന്നിടത്താണോ, ചാടുന്നിടത്താണോ? നമ്മുടെ അന്വേഷണം ഇങ്ങനെ പോകുമ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലുണ്ട്, ഒന്ന് നോക്കൂ. ആ ഹൃദയം പൊളിച്ചത് കാണിച്ചു കൊടുത്തോടുകൂടി ആ ഹിരണ്യകശിപുവിന് മറ്റൊന്നും വേണ്ടതില്ല. അദ്ദേഹം എപ്പോഴേ ഭഗവാനെ ചെന്ന് ലയിച്ചു ചേർന്നു. ദേവന്മാരെല്ലാം പുഷ്പപുഷ്ടികളെ കൊണ്ടും നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും ഭഗവാനെ സ്തുതിച്ചു. പക്ഷെ ഭഗവാൻ അത്ര ഇഷ്ടമൊന്നായില്ല. കാരണം അവരുടെ സ്തുതിയിലൊക്കെ എന്തെന്നില്ലാത്ത ഗാംഭീര്യം ഒളിഞ്ഞു കിടക്കുന്നു. ഭഗവാൻ വേണ്ടത് അതല്ല, ഭക്തന്മാരുടെ ഉള്ളിൽ നിന്ന് സ്നേഹത്തോടു കൂടി വരുന്ന വിളിയാണ് വേണ്ടത്. അതിനുവേണ്ടി ഭഗവാൻ അട്ടഹസിച്ചുകൊണ്ട് ആ ചണ്ടിപിണ്ടിയായിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ ശരീരം വലിച്ചെറിഞ്ഞ് അട്ടഹസിക്കുമ്പോൾ മഹാലക്ഷ്മി പോലും പേടിച്ചോടുമ്പോൾ ബ്രഹ്മദേവൻ നോക്കിയപ്പോൾ ഒരണക്കവും ഇല്ലാതെ കണ്ട് തൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ ഈ സിംഹരൂപമൊന്നുമല്ല അദ്ദേഹം കാണുന്നത്. തൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ തൻ്റെ ഒപ്പം ഇത്രയും നേരം ഓടിച്ചാടി നടന്ന, ഓടക്കൊള്ളും വിളിച്ച് ഓടി നടന്ന ഉണ്ണികൃഷ്ണനെ അതെങ്ങനെ ഇരിക്കണു. ഉണ്ണികൃഷ്ണൻ പാട്ട് പാടുകയാണെന്ന് തോന്നിയത്ര, അല്ലാണ്ട് അട്ടഹസിക്കുകയെന്നല്ല തോന്നുക. അതാണ് ഭക്തന്മാർ, അവരുടെ മനസ്സിനനുസരിച്ചാണ് ഗുരുവായൂരപ്പനെ കാണുക, ഈശ്വരനെ കാണുക. അതുകൊണ്ട് മനോഹരമായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ടങ്ങനെ ആ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ അങ്ങനെ ജപിച്ചു നിൽക്കുന്ന ആ പ്രഹ്ലാദനെ കണ്ടപ്പോൾ ബ്രഹ്മദേവൻ ചെന്ന് പറഞ്ഞു, പ്രഹ്ലാദ, നിനക്കല്ലാണ്ട് ഭഗവാന്റെ കോപത്തിനടക്കാൻ വയ്യ. ഞങ്ങളൊക്കെ മഹാപണ്ഡിതന്മാർ ഒരു ശ്ലോകം കൊണ്ടേ സ്തുതിക്കാൻ പറ്റുള്ളൂ. എന്തൊരു അട്ടഹാസമായിരുന്നു, ഞങ്ങളൊക്കെ പേടിച്ചു പോയി. പഠിച്ചു വന്നതെല്ലാം മറന്നുപോയി. പ്രഹ്ലാദ എന്ന് ചെല്ലുമോ? പ്രഹ്ലാദൻ പതുക്കെ ആ ഭഗവാന്റെ തീക്ഷ്ണങ്ങളായിരിക്കുന്ന ആയിരക്കണക്കിന് സൂര്യന്മാരെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണുകളോട് കൂടിയിരിക്കുന്ന ആ ഭഗവാന്റെ പാദത്തിൽ വീണങ്ങൾ നമസ്കരിച്ച് സ്വപാദമൂലേ പതിതം തമഭകം വിലോക്യദേവ കൃപയാ പരിപ്ലുത ഉദ്ധാപ്യ തക്ഷീഷ്ണദധാൽക്കരാംബുജം കാലാഹി വിത്രസ്വധിയാം കൃതാഭയം. ആ ഉണ്ണിയുടെ ആ കയ്യിൻ്റെ സ്പർശം പാദത്തിലേറ്റപ്പോഴേക്കും തീക്ഷ്ണങ്ങളായിരിക്കുന്ന കണ്ണുകളോടുകൂടി ആയിരക്കണക്കിന് സൂര്യന്മാരെ പോലെ ജ്വലിച്ചുകൊണ്ടിരുന്ന കണ്ണുകൾ കാരുണ്യാകുലനേത്രം ആവതരം തൻ്റെ ഭക്തൻ്റെ സാമീപ്യം ഏറ്റോടുകൂടി എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു ധീരനായ ചന്ദാമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ആ കണ്ണുകൾ ഇറന്നണിഞ്ഞു. നണമണിഞ്ഞ കൈകളെ കൊണ്ട് ആ ഉണ്ണി അങ്ങടെ വാരിയെടുത്തു. മഹത്തുമ്മയോടു ചേർത്തു ഉണർന്നു. ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന ഒരു കാഴ്ച ഇത് ഭാഗവതത്തിലേ കാണുള്ളൂ കേട്ടോ. ശിവപുരാണത്തിലോ ദേവി ഭാഗവതത്തിലോ ഒന്നും കാണില്ല. ഭഗവതി ആരെങ്കിലും ആലിംഗനം ചെയ്തു എന്നൊന്നും കേട്ടിട്ടില്ല. മഹാദേവൻ ആരെങ്കിലും ആലിംഗനം ചെയ്തു എന്ന് കേട്ടിട്ടില്ല. മറ്റൊന്നിനും കാണില്ല. ആ ഭാഗവതത്തിൻ്റെ മഹിമ. ഗുരുവായൂരപ്പന് അത്രമാത്രം ഇഷ്ടം തന്നെ സ്മരിക്കുന്നവരെ, തന്നെ നാം ജപിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ അത്ര കാരുണ്യം ഈ ഗുരുവായൂരപ്പനെ പോലെ വേറെ ആർക്കുണ്ട്? ഭാഗവതം കാണിച്ചു തരാം. ആ പ്രഹ്ലാദൻ സകലതും മറന്ന് മഹാലക്ഷ്മിക്ക് മാത്രം കയറിയിരിക്കാവുന്ന മാവടത്തോട് പറ്റിയിരിക്കുമ്പോൾ ഒരു കൊച്ചുണ്ണി ഭഗവാന്റെ വലുതായിരിക്കുന്ന മാവടത്തോട് ചേർന്നിരിക്കുമ്പോൾ എല്ലാം മറന്നു. ഭഗവാനും കുറച്ച് നേരത്തേക്ക് എല്ലാം മറന്നു. തൻ്റെ ഉണ്ണി അങ്ങോട്ട് കിട്ടിയപ്പോൾ എല്ലാം മറന്ന് ഭക്തനെ ലയിച്ചിരിക്കുന്ന ഭഗവാൻ നല്ലൊരു ചിത്രം നമുക്കിവിടെ കാണിച്ചു തരാം. സാധാരണ ഋഷീശ്വരന്മാരൊക്കെ ഭഗവാനെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വാങ്മയ ചിത്രമായിട്ട് വേദവ്യാസനെ പോലുള്ളവർ ഈ ഭാഗവതം രചിച്ചു വെച്ചത്.
ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സാലെ കാണണം ആ അതിഭയാനകമായിരിക്കുന്ന രൂപം. ആ മാവടത്തോട് ഒട്ടിയിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയും നമുക്ക് കാണാൻ ഇടവന്നാൽ അത് മതി നമ്മുടെ ധ്യാനം, നമ്മുടെ ജീവിതവും, നമ്മുടെ ബുദ്ധിയും, നമ്മുടെ വാക്കുകളും, നമ്മുടെ ചിന്തകളും ഒക്കെ പരിശുദ്ധമാവാൻ അത് മാത്രം മതി. അല്പം കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ ഓർമ്മ വന്നത്, കുട്ടിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? ഒരു സിംഹത്തിനെ പോലെ ഒന്ന് കാണിച്ചു നോക്കി തൻ്റെ കുട്ടിയെ. ഒന്നും പറ്റിയിട്ടില്ല, സമാധാനമായി അവിടത്തേക്ക്. അപ്പോഴാണ് പ്രഹ്ലാദന് ഓർമ്മ വരുന്നത്, ഗുരുവായൂരപ്പ ഞാൻ എവിടെയാണ് കയറിയിരിക്കുന്നത്? എന്ത് യോഗ്യത എനിക്കുള്ളത്? അവിടുത്തെ മാവിടത്ത് കയറിയിരിക്കാനുള്ള യോഗ്യതയുണ്ടോ? അവിടുന്ന് ഇറങ്ങി കണ്ണീരിൽ ഒഴുക്കിക്കൊണ്ടതാ വീണ്ടും വീണ്ടും ബാഷ്പഗദ്ഗതയാ വാച തന്യസ്തഹൃദയേ ക്ഷണ. വീണ്ടും വീണ്ടും ആ പാദത്തിൽ വീട് നമസ്കരിച്ചു. കണ്ണീരുകൊണ്ട് ആ ശ്രീപാദങ്ങൾ കഴുകിക്കൊണ്ട് ഭംഗിയായിട്ട് സ്മരിച്ചു. ബ്രഹ്മാദേശ്വരഗണ മുനിയോധ സിദ്ധ സത്വൈകതാനമതയോ വചസാംഭവാഹൈ നാരാധിതും ഗുരുഗുണൈ അധുനാപി വിപു സ്തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ മന്യേധനാപി ജനരൂപതപശ്രുതൗജസ്തേജ പ്രഭാവ ബലപൗരുഷബുദ്ധിയോഗ നാരാധനാൈ ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ സുതോഷ ഭഗവാൻ യഥയൂഥപായ. സർവേശ്വര, ബ്രഹ്മാതിദേവന്മാരെല്ലാം എത്രയോ പണ്ഡിതന്മാരാണ്, സത്വഗുണപ്രധാനന്മാരാണ്. അവർക്കൊന്നും അവിടത്തെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ. ഒരു ശ്ലോകം കൊണ്ട് സ്തുതിക്കുമ്പോഴേക്കും ഭഗവാന്റെ അട്ടഹാസം കൊണ്ട് സകലതും പേടിച്ചവരൊക്കെ ഓടിയില്ലേ. കവിയങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നല്ല ബലമുണ്ട്, നല്ല കുലത്തിലാണ് ജനിച്ചത്, നല്ല സമ്പത്തുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല പരാക്രമങ്ങളുണ്ട്, ആഭിജാത്യമുണ്ട്, ഞാൻ കേമനാണ്, നാട്ടിലെ മഹാ ആളാണെന്നൊക്കെ പറഞ്ഞാലൊന്നും ആരാധനായ അതുകൊണ്ടൊന്നും അവിടുത്തെ ആരാധിക്കാൻ, അവിടുത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അവിടുന്ന് സന്തോഷിക്കണമെങ്കിൽ ഭക്തിയാ തുതോഷ ഭഗവാൻ യഥയൂതപായ. ഭക്തി കൊണ്ടല്ലാതെ കൊണ്ട്, സ്നേഹം കൊണ്ടല്ലാതെ കൊണ്ട് ഗുരുവായൂരപ്പ നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അടിയങ്ങൾക്ക് മനസ്സിലായി. വേദം പഠിച്ചതായിരിക്കുന്ന ബ്രാഹ്മണര് എത്രയോ വേദങ്ങൾ ചൊല്ലി ജപിച്ചാൽ കൂടി ഭഗവാൻ ശുദ്ധി പോരാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കില്ല അവിടേക്ക്. പക്ഷേ നായ്ക്കളെ തിന്നുന്ന നായാടികളാണെങ്കിൽ കൂടി, ചണ്ടാളന്മാരാണെങ്കിൽ കൂടി മനസ്സിലിട്ട് ഹരേ കൃഷ്ണ ഹരേ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണനെ കാണാൻ മോഹിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ, എല്ലാ ആശയും വിട്ട് വിളിക്കുമ്പോൾ സർവേശ്വര അവിടെ നിന്ന് ഓടിച്ചെന്ന് അവരുടെ കണ്ണീരൊപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഉള്ളവന് ഈ അതിഭയാനകമായിരിക്കുന്ന രൂപം കണ്ടല്ല എനിക്ക് പേടി. പിന്നെ എന്തിനാണ്? ഈ സംസാരത്തിനെയാണ്. പ്രിയമായിട്ടുള്ളതൊക്കെ വിട്ടുപോകണു, അപ്രിയമായിട്ടുള്ളതൊക്കെ നമ്മളെ തേടി വരണു. ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും നമുക്കിഷ്ടപ്പെട്ടിട്ടൊന്നല്ല, അതൊക്കെ നമ്മളെ തേടി വരണു. സുഖമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം ആനന്ദത്തോടു കൂടി കഴിയണമെന്ന് നമ്മൾ വിചാരിക്കണം, അതൊക്കെ നമ്മളെ വിട്ടുപോകണു. ഇതാണ് സംസാരം. അതുകൊണ്ട് ഈ സംസാരത്തിന് എനിക്ക് വല്ലാണ്ട് പേടി കാണാം. അതുകൊണ്ട് എനിക്ക് വേണ്ടതെന്താ? അവിടുത്തേതാ ആ തൃക്കരങ്ങൾ അടിയൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഏതോ വഴിക്ക് പോകുമ്പോൾ അവിടേക്കൊന്നും പോകാതെ കണ്ട് എൻ്റെ ശ്രീപാദത്തിലേക്ക് തന്നെ ആവണേ. കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും ചെവി കൊണ്ടും തൊക്കുകൊണ്ടും കൈകാലുകളെ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം എന്നിൽ സമർപ്പണം ചെയ്യാൻ എനിക്ക് സാധിക്കണേ. എൻ മൈഥുനാദി ഗ്രഹമേധി സുഖം ഖിതുച്ഛം കണ്ടുയനേന കരയോരിവ ദുഃഖം. എല്ലാവരും കുടുംബസുഖം ഉണ്ടാവണമെന്ന് മോഹിക്കണം. കുടുംബത്തിൽ നിന്ന് കിട്ടണ സുഖം എന്താ? ചൊറുമാന്തി സുഖം എന്നാ പ്രഹ്ലാദം പറയാം. കയ്യൊന്ന് ചൊറിയണ സമയത്ത് നല്ല രസം തോന്നി ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് നഖം കൊണ്ടിട്ട് അവിടെ തൊല്ലി പോയി. 2 ദിവസം കഴിയുമ്പോൾ എന്തായി? അവിടെ വലിയൊരു കെട്ടായിട്ട് വന്നിരിക്കുന്നത്. എന്താ ഇങ്ങനെ കെട്ട് വന്നിരിക്കണത്? ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തിയതാണ് അത്ര. മാന്തുമ്പോൾ സുഖം തോന്നി, പിന്നീട് അത് വേദനയായിട്ട് മാറണതുപോലെ ഗ്രഹസുഖങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിക്കാണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിച്ചാൽ സുഖമാവും വിചാരിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിഷമങ്ങളായി. കുട്ടി ഉണ്ടായില്ലല്ലോ എന്നുള്ള വിഷമം. കുട്ടി ഉണ്ടായ സുഖമാവോ ഇല്ല.
കുട്ടി വളരും തോറും നമ്മുടെ ഉള്ളിലും ആദി വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നും മരിക്കുന്നത് വരെ ഈ ആദിയല്ലേ, ഇതല്ലേ ഗ്രഹസുഖം. അതുകൊണ്ട് കണ്ണാ, എനിക്കതല്ല വേണ്ടത്. ത്വം വായും ത്വം അഗ്നിം ത്വം അവനിം ത്വം വിയതംബുമാത്ര ത്വം പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹിച്ച സർവം ത്വമേവ. വായു വന്ന് കാറ്റിങ്ങനെ ശരീരത്തിൽ മുട്ടുമ്പോൾ എൻ്റെ കണ്ണൻ എന്നെ അലിംഗനം ചെയ്തതായിട്ട് എനിക്ക് തോന്നാറാവണം. ആകാശം കാണുമ്പോഴും അഗ്നി കാണുമ്പോഴും ജലം കാണുമ്പോഴും സൂര്യഗോളങ്ങളെ കാണുമ്പോഴും ഇത് വേണ്ട, എന്തെന്ത് കാണുമ്പോഴും സർവം ത്വമേവ, എല്ലാം നീയായിട്ട് കണ്ട് നമസ്കരിക്കാൻ പൂജിക്കാൻ അതിനുള്ള ഭാഗ്യം തന്നെ. ഇത് പറഞ്ഞുകൊണ്ട് ആ പ്രഹ്ലാദൻ വീണ്ടും ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു. ഭഗവാൻ എത്രയായി സന്തോഷം എന്ന് കണക്കില്ല. പ്രഹ്ലാദ ഭദ്രഭദ്രം തേ പ്രീതോഹം തേ സുരോത്തമ പരം ഗുണീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണ. ഹേ ഭദ്രനായിട്ടുള്ളവനെ പ്രഹ്ലാദ, നിനക്കെല്ലാ ഭദ്രങ്ങളും ഉണ്ടാവട്ടെ. പ്രീതോഹം തേ അസുരോത്തമ, അസുരോത്തമനായിട്ടുള്ളവനെ ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. പരം ഗുണീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണ. എന്തേ നിനക്ക് വേണ്ടത്? മോഹങ്ങൾ ചോദിച്ചോളൂ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവതരിച്ചത്. എൻ്റെ ദർശനം തന്നെ വളരെ ദുർലഭമാണ്. നിനക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ണി ഞാൻ അവതരിച്ചിരിക്കുന്നത്. എന്തേ വേണ്ടത് ചോദിച്ചോളൂ എന്നങ്ങൾ പറയുമ്പോൾ പ്രഹ്ലാദം വീണ്ടും ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുവായൂരപ്പാ, എന്നോട് ഇങ്ങനെ പറയരുതേ. അടിയങ്ങളോട് വരം തരാം എന്ന് പറഞ്ഞ് അടിയങ്ങളെ പ്രലോഭിപ്പിക്കരുതേ. ഒരു വരവും അടിയങ്ങൾക്ക് ആവശ്യമില്ല. അവിടുത്തെ കാണാൻ സാധിച്ചുല്ലോ, അവിടുത്തെ നമസ്കരിക്കാൻ സാധിച്ചുല്ലോ, അത് തന്നെ ജന്മജന്മാന്തരത്തിലെ സുഹൃതാണ് ഗുരുവായൂരപ്പ. ഇനി എന്തെങ്കിലും വരം തരാമെന്ന് അവിടുന്ന് പറയുകയാണെങ്കിൽ ഒരു വരം ഞാൻ ചോദിച്ചോട്ടെ. കാമാനാം ഹൃദയ അസംബ്രോഹം ഭവതസ്തു വരം. ആഗ്രഹങ്ങളുടെ മുള പൊട്ടാതിരിക്കാൻ വല്ല വരവും ഗുരുവായൂരപ്പ അവിടുത്തെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് തന്നോളൂ. ഒരിക്കലും ആഗ്രഹങ്ങൾ ഉണ്ടാവരുത്. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് എൻ്റെ ഗുരുവായൂരപ്പനെ എനിക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും വേണ്ട, ഒരാഗ്രഹവുമില്ല. നിന്നെ തന്നെ കണ്ടുകൊണ്ടും നിന്നെക്കുറിച്ച് കേട്ടുകൊണ്ടും നിന്നെക്കുറിച്ച് പാടിക്കൊണ്ടും നിന്നെ സ്മരിച്ചുകൊണ്ടും ആ ശ്രീപാദത്തിൽ ചെന്ന് ചേരാഹാവണം കണ്ണാ. അതിനുവേണ്ടി അനുഗ്രഹിക്കണേ. വീണ്ടും പ്രഹ്ലാദൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചപ്പോൾ ഭഗവാന് സന്തോഷമായി. ബ്രാഹ്മണരെ വിളിച്ച് ആ അച്ഛനിരുന്ന ആ സിംഹാസനത്തിലിരുത്തി കിരീടധാരണം നടത്തി പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദ, കഥാമധീയാജുഷമാനപ്രിയാസ്തുമാവേശ്യ മാമാത്മനി സന്തമേകം. എൻ്റെ കഥകൾ ധാരാളം കേട്ടോളൂ കേട്ടോ. എൻ്റെ കഥകൾ കേൾക്കൂ, വേണ്ട മാതിരി ശ്രവണം ചെയ്യൂ, ധാരാളം നാമം ജപിക്കൂ കേട്ടോ, എന്നെ സ്മരിക്കൂ കേട്ടോ. ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. കർമ്മങ്ങളൊന്നല്ല വേണ്ടത്. എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എനിക്കായിക്കൊണ്ട് സമർപ്പിച്ചോളൂ പ്രഹ്ലാദ. എൻ്റെ കൂടെ ഞാനുണ്ടാവും, സൽകീർത്തി ഉണ്ടാവും, നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഭഗവാൻ പ്രഹ്ലാദന് മാത്രമല്ല അത് പറഞ്ഞു കൊടുത്തത്, പിന്നെ ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത്? നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. സദാ കേട്ടോളൂ കണ്ണൻ്റെ കഥകൾ, കണ്ണനെക്കുറിച്ച് പാടിക്കോളൂ, നാമം ജപിച്ചോളൂ, അവിടെ സ്മരിച്ചോളൂ, പറ്റുന്നത് പോലെയൊക്കെ പൂജിച്ചോളൂ കണ്ണനെ. അതിനിപ്പോൾ മണിയും ധൂപക്കൊറ്റിയും കിണ്ടിയും കൊടുകളൊക്കൊന്നും ആവശ്യമില്ല. നമ്മുടെ ഗ്രഹങ്ങളിലില്ലേ കൃഷ്ണൻ്റെ വിഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോകളില്ലേ, അത് മതി. 2 പൂവ് കണ്ണാ, സന്തോഷിക്കണേ. ആ പൂക്കൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ്. അത് വെച്ചുകൊണ്ട് ആ കണ്ണൻ്റെ പാദത്തിലേക്ക് അതുകൊണ്ട് സന്തോഷിക്കണേ. ആ ഒരു കാര്യം മാത്രം മതി. അത് ചൊല്ലിക്കൊണ്ട് നമസ്കരിച്ചോളൂ. ഏതെങ്കിലും നാമം, എത്ര നാമങ്ങളുണ്ട് ഭഗവാന്, അതിലേതെങ്കിലും ഒരു നാമം എപ്പോഴെങ്കിലും, എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്, മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുന്നത്? ഉച്ചയ്ക്ക് എല്ലാ ജോലി കഴിയുമ്പോഴാണോ നമുക്ക് സ്വസ്ഥമാവുന്നത്? അത് മതി. ആ സമയത്താണോ കണ്ണനെ പൂജിക്കാൻ തോന്നുന്നത്? ആ സമയത്ത് മതി. അതിനിപ്പോൾ വിളക്ക് എത്തിക്കണമെന്നില്ല. ഇത്രയും വലിയ സൂര്യനാകുന്ന കിടാവിളക്ക് കത്തി നിൽക്കുമ്പോൾ ഈ വിളക്കിന് എന്ത് പ്രകാശം, മിന്നാമിനിങ്ങിന് എന്ത് വെളിച്ചം, ഒന്നുമില്ല. അതൊന്നും ആവശ്യമില്ല. മനസ്സ് ചുറ്റുതാ കണ്ണാ, സന്തോഷിക്കണേ കേട്ടോ. വേറെ ആരും ഇല്ല കേട്ടോ എനിക്ക്. എല്ലാ ദുഃഖങ്ങളും പറയാൻ, എല്ലാം പറയാൻ എന്നോടല്ലാതെ കണ്ട് ആരോട് പറയും കൃഷ്ണ? അനുഗ്രഹിക്കണേ എന്നൊരു ഭാവം. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ദുഃഖങ്ങൾ നമുക്ക്
നമ്മളെ തേടി വരും. ദുഃഖം അയത്നതാന്നാണ് ഭാഗവതത്തിൻ്റെ വാക്ക്. പ്രഹ്ലാദൻ പറഞ്ഞു, ദുഃഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വെറുതെ ഇരുന്നാലും ദുഃഖം നമ്മളെ തേടി വരും. സുഖം അങ്ങനെ കിട്ടുകയില്ല. അതുകൊണ്ട് ദുഃഖം അയത്നത. ആ ദുഃഖങ്ങൾ നമ്മളെ വരുമ്പോൾ അത് നമ്മളെ ബാധിക്കാണ്ടിരിക്കാൻ അതിനാണ് ഭഗവാനാകുന്ന ഒരു മഹ നമുക്ക് വേണം. അതിനെന്തേ വേണ്ടൂ? അതിന് മറ്റൊരു 10 പൈസയുടെ ചെലവില്ല. നമുക്ക് ഭഗവാന്റെ തിരുനാമ ഗംഗയിൽ മുങ്ങിയാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം പറഞ്ഞ് അവസാനിപ്പിച്ചത്. വർണ്ണാശ്രമങ്ങളെക്കുറിച്ചും കൂടി പറഞ്ഞു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലുതാണെന്നൊക്കെ വിചാരിക്കും നമ്മൾ. ഇതൊക്കെ നമ്മൾ തന്നെയാണ്. ആർക്കാണ് ബ്രഹ്മചാരിയായിട്ടുള്ള ഒരാൾക്ക് സന്യാസിയാവാൻ പറ്റും. അതേപോലെ തന്നെയാണ് ശൂദ്രനായിട്ടുള്ള ഒരാൾക്ക് ബ്രാഹ്മണനാവാൻ സാധിക്കും. അതിന് പൂണൂലിടണമെന്നോ വേറെ എന്തെങ്കിലും വേണമെന്നൊന്നുമില്ല. നമ്മുടെ സംസ്കാരമാണ് ഇതൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുക. ഭാഗവതം പറയണു, ഇതൊക്കെ നമ്മുടെ മനസ്സാണ്. എത്രമാത്രം മനസ്സ് നമ്മൾ ഉയർന്നു വരുന്നുണ്ടോ അത്രയും നമ്മൾ ഉയർന്നു വരണു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല ഒരിക്കലും, അതൊരു സംസ്കാരമാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയാണോ? അതല്ല. നമ്മളൊക്കെ അങ്ങനെ പറയാം, ഞാൻ ശൂദ്രനാണ്, എനിക്ക് അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ആരാ പറഞ്ഞ മണ്ടത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞതെല്ലാം. നമ്മുടെ സംസ്കാരം എത്രമാത്രം ഉയർന്നു നിൽക്കണുണ്ടോ അത്രയും നമ്മൾ ഓരോരുത്തരായിട്ട് തീരും. പൂജ പഠിച്ചുകൊണ്ട് മാത്രം അമ്പലത്തിൽ കയറുക എന്നുള്ളതല്ല എൻ്റെ കഥ. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കുന്നത്. പൂജ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് കയറാലോ, അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് പോയിട്ട് മറ്റതൊക്കെ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ആയാൽ ശരിയാവും. അതല്ല, ഒരു സംസ്കാരമുണ്ട്. മനസ്സിൻ്റെ സംസ്കരിച്ചെടുക്കാൻ മനസ്സിനെ വേണ്ടാത്ത ചിന്തകളിൽ നിന്ന്, വേണ്ടാത്ത പ്രവൃത്തികളിൽ നിന്ന്, വേണ്ടാത്ത വാക്കുകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് സന്യാസവും. സന്യാസിയും ബ്രാഹ്മണനും ഒന്നായിട്ട് ഭാഗവതം പറഞ്ഞു. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? കാമാനാം ന്യാസം. എന്തെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളുണ്ടോ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ത്യജിച്ച് കളയുമ്പോൾ ആളുടെ പേരാണ് സന്യാസി എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് സന്യാസിയുടെ വേഷം കെട്ടി അതിന് ഏതെങ്കിലും കാട്ടിൽ പോകണമെന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല. കാട്ടിൽ പോയിരുന്നുള്ളൂ, ഒരു ആശ്രമമൊക്കെ കെട്ടി താടി മുടിയൊക്കെ വളർത്തി കുറേ രുദ്രാക്ഷമൊക്കെ ധരിച്ച് അതിൻ്റെ ഉള്ളിൽ പോയിരുന്നാൽ നീ സന്യാസിയാണ്. അത് മണ്ടത്തര അങ്ങനെ പറയണത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എത്രയോ ഗൃഹസ്ഥ സന്യാസിമാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടെന്നറിയോ? തിരിച്ചറിയണം. നമ്മുടെ ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സന്യാസിയാവാം. മോഹങ്ങളെ അടയ്ക്കാൻ മാത്രം മതി. എന്തെല്ലാം മോഹങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നുണ്ടോ ആ മോഹങ്ങളെ അടക്കി ഒരേ ഒന്നിന് മാത്രം മോഹിക്കുക. നമ്മൾ ഒരേ ഒരു ഭഗവാനെ മാത്രം മോഹിച്ചോളൂ. നമ്മൾ സന്യാസിയാണ്, യാതൊരു സംശയമില്ല എന്നർത്ഥം. നമ്മളോട് വേഷം കെട്ടാണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഇനി മേക്കപ്പ് ചെയ്യണോ അത് ചെയ്തോളൂ, നല്ല സാരിയും ഉടുപ്പും ഷർട്ടൊക്കെ ഇടണോ അത് ഇട്ടോളൂ, എൻ്റെ നാരായണ ഷാൾ പോയിച്ചുകൊണ്ട് നടക്കണം ഒന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇന്ന മാതിരി വേഷം കെട്ടണം ഒന്നുമില്ല. അത്ര ഏത് വേഷം കെട്ടണം എന്നുള്ളതല്ല, മനസ്സ് എത്രമാത്രം ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് സന്യാസം. അതിൻ്റെ പേരാണ് വാനപ്രസ്ഥം. അതിൻ്റെ പേരാണ് ഗൃഹസ്ഥൻ. അത് തന്നെയാണ് ബ്രാഹ്മണനും ബ്രഹ്മചാരിയും സകലതും. അപ്പോൾ നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാം കാരണം. അല്ലാതെ കണ്ട് ഇതൊന്നും ജാതിയായിട്ട് നമ്മൾ തമ്മിൽ തല്ലുക. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ട് അവർ ബ്രാഹ്മണരല്ലേ, അവർ മറ്റവരല്ലേ, ആ രൂപത്തിൽ നമ്മൾ തമ്മിൽ തല്ലുമ്പോൾ ഭാഗവതം ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ വേണ്ട മാതിരി ഉപനിഷത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സംസ്കാരമാണ്. നമുക്ക് ആർജിച്ചെടുക്കാവുന്ന സംസ്കാരങ്ങളാണ്. എത്ര താഴ്ന്ന നിലയായിക്കോട്ടെ ആൾക്കും ഭാഗവതം പറയണു നിങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ളതല്ല, എന്ത് വേഷം കെട്ടണം എന്നുള്ളതല്ല, പിന്നെയോ എത്രമാത്രം നിങ്ങളുടെ മനസ്സ് ഉയർന്ന ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളെക്കാൾ ഉയർന്നവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. നമ്മളോടൊപ്പം ഉള്ളവരെ കാണുമ്പോൾ നമുക്ക് മൈത്രി ഭാവം ഉണ്ടാവണം. എന്നേക്കാൾ എല്ലാം കൊണ്ടും താഴ്ന്നവർ ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരിതം അനുഭവിച്ച് അങ്ങനെ കഴിയുന്നവർ ആരും ആയിക്കോട്ടെ, അവരെ കാണുമ്പോൾ അത് ഏത് ജീവികളാണെങ്കിൽ കൂടി അവരെ നമുക്ക് സഹായിക്കാൻ മനസ്സുണ്ടാകുമ്പോൾ, ആ കാരുണ്യം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നതാണ്. അതില്ലാതെ കണ്ട് പൂണൂരിട്ട് എത്ര എന്തിനാ ആണ് പുറത്ത് കയറാനും കുട പിടിക്കാനും പ്രസാദം കൊടുക്കാനും പൂജ പിടിക്കാനും അതിനാണ് പൂണൂരിടണം. നമ്മുടെ ധാരണ അതാണ്. അതിട്ടാൽ ഏതാണ്ടൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. അത് വെറുതെ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലല്ല പ്രാധാന്യം കിടക്കുന്നതെല്ലാം നമ്മുടെ മനസ്സാണെന്നർത്ഥം. മനസ്സ് ഉയർന്നിട്ടില്ലെങ്കിൽ ഇതിട്ടിട്ട് എന്ത് പ്രയോജനം അല്ലേ? അപ്പോൾ നമ്മളൊരു ഉപാസകനാണ്, നല്ല ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നൂലിടുന്നതൊക്കെ. അത് വേണം, ഒരു നിർബന്ധവും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലെല്ലാം നമുക്ക് വേണ്ടത്
നമ്മൾ ഉയരാകാവണം. ഉയർന്നുയർന്ന ഒരു സന്യാസി ആരെങ്കിലും പൂണൂലിട്ട് കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സന്യാസിമാർ പൂണൂൽ പൊട്ടിച്ച് കളയണം. സകലതും അരങ്ങാച്ചലിൽ വരെ പൊട്ടിച്ച് കളയുമ്പോഴാണ് അവർക്ക് സന്യാസം കൊടുക്കുക. എല്ലാം ഉപേക്ഷിക്കണം. അത് തന്നെയാണ് ബ്രാഹ്മണൻ്റെ രീതിയും. അത് ഭാഗവതം പറഞ്ഞു തരുന്നു. അത് നമുക്ക് ആവാഹനം. ആർക്കാണ് ആവാൻ വയ്യാത്തത് അല്ലേ? പെൺകുട്ടികൾ ഇപ്പോൾ പൂജ പിടിച്ച് അവരൊക്കെ പൂജ പ്രതിഷ്ഠയൊക്കെ നടത്തുന്നു നമ്മുടെ അടുത്ത് തന്നെ. പല കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. നമ്മൾ പറയാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപനിഷത്തിലേക്കും വേദത്തിലേക്കൊക്കെ ഒന്ന് കടന്നു പോകണം. എത്രയോ സ്ത്രീകൾ വേദം പഠിച്ച് പൗരോഹിത്യം വഹിച്ചതായിട്ട് ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മളാണ് അതിലേക്ക് മാറ്റി മറിച്ചിട്ട് വെറുതെ പുരാണങ്ങളെ കുറ്റം പറയാം. പുരാണം പഠിക്കണ്ടേ, നമ്മൾ ഉപനിഷത്ത് പഠിക്കണ്ടേ, വേദം പഠിക്കണ്ടേ? ഇതൊന്നും പഠിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ത്രീകൾക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങോട്ട് നീങ്ങിക്കണം, അങ്ങോട്ട് നോക്കി തൊഴാൻ പാടില്ല. എന്തെല്ലാം ചിട്ടകൾ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവരുണ്ടാക്കി വെച്ച നിയമങ്ങളാണ്. ശരിക്കും പഠിക്കുമ്പോൾ നമുക്കറിയാം ആർക്കാണ് പൂജ പഠിക്കാൻ വയ്യാത്തത്, ആർക്കാണ് ഭഗവാനെ പൂജിക്കാൻ അർഹതയില്ലാത്തതെന്നാണ്. കാരണം സ്ത്രീ പുരുഷ ഭേദം ഭാഗവതം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനെ പൂജിക്കാൻ ഇന്നവർക്ക് പാടുള്ളൂ, ഇന്നവർക്ക് പാടില്ല എന്ന് എവിടെയെങ്കിലും പറയണ്ടേ? ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളാണ് അതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ പാടില്ല, ഇങ്ങോട്ട് പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയപ്പോൾ നമ്മളിതാ ഈശ്വരനിൽ നിന്നും നടന്നു പോയി. അതുകൊണ്ട് ഭാഗവതം വായിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും ഉണ്ട് അങ്ങനെ ചില ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്. സ്ത്രീകളും ഭാഗവതം വായിക്കുകയെ, എന്നാൽ പിന്നെ ഞങ്ങൾ വരില്ല, വേദിയിലേക്ക് വരില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. നാരായണീയം വായിക്കുകയെ, ഗീത വായിക്കുകയെ, പെണ്ണുങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ജന്തുക്കൾ. കാരണം എന്താ? ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഭാഗവതം പറഞ്ഞു ഇതെല്ലാം നമുക്ക് വേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കെല്ലാം ഈശ്വരങ്ങളിലേക്ക് എത്തണ്ടേ? ഏത് വർഗത്തിൽ ജനിച്ചു എന്നുള്ളതല്ല. നോക്കൂ, ഗുരുവായൂർ കേശവനെ പോലെ എത്രയോ ആനകളുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അല്ലേ? എത്രയോ ആനകൾ വന്ന് മരിച്ചുപോയി. പക്ഷേ ഗുരുവായൂർ കേശവനെ പോലെ ഇത്രയും പേരെടുത്ത ഒരു ആന ഉണ്ടായിട്ടുണ്ടോ അല്ലേ? എന്തുകൊണ്ടാണ്? ഗുരുവായൂർ കേശവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ ഓർമ്മ വരുന്നു. ആ ഒരു ആനയായിട്ട് ജനിച്ചിട്ടും കൂടി ആ ആനയുടെ മനസ്സ് മുഴുവനും ഭഗവാന്റെ അടുത്തേക്ക് തന്നെയായിരുന്നു. എപ്പോഴും അതിൻ്റെ ആനക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആനക്കാരുടെ ഇൻ്റർവ്യൂ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ആനക്കാരൻ പറഞ്ഞേ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലല്ലാണ്ട് ആ മുൻകാലം മടക്കില്ല എന്നാണ്. ഏത് അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ ഉണ്ടായാലും ഗുരുവായൂർ കേശവൻ തൊഴിലില്ല എന്നാണ്. ആൾക്കാർ പറയും നടക്കുന്ന തൊഴുതൂടെ, തൊഴിലില്ല എന്നാണ്. അത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ മാത്രമേ തൊഴുള്ളൂ. അങ്ങനെയായിരുന്നു ഗുരുവായൂർ കേശവൻ എന്നാണ്. അപ്പോൾ അത്രമാത്രം ഭഗവാനെ ഉള്ളിൽ കൊണ്ട് നടന്ന കാരണം ഭഗവാനും തന്നോടൊപ്പം സ്ഥാനം കൊടുത്തില്ലേ ഒരാനയ്ക്ക് അല്ലേ? അപ്പോൾ ആനയാണെന്ന് പറഞ്ഞിട്ട് എന്താ? ആനയ്ക്കും സ്ഥാനം കൊടുത്തില്ലേ? തിരുനക്കര കാളയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കോട്ടയത്ത് തിരുനക്കര ഒരു കാള ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മഹാദേവനെ സദാ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു കാളയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് കാളയാണോ അതോ പക്ഷിയാണോ ആനയാണോ എന്നുള്ളതല്ല, ഏത് തരത്തിലാണോ മനഃകൃഷ്ണനെ നിവേശേ, മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയാൽ മാത്രം മതി. അപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സ്ഥാനം കിട്ടണം അല്ലേ? ഇപ്പോഴും ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ കാണാൻ അവിടെ പോയി ആദരിക്കണം, അതിനെ പോയി നമ്മളും തൊഴും. കാരണം എന്തുകൊണ്ടാണ്? അതിന് ആ ഒരു സ്ഥാനം കിട്ടിയത് കൊണ്ടല്ലേ? അതിൻ്റെ പിന്നിൽ വന്ന ആനകൾക്കെല്ലാം ആ ഗുരുവായൂർ കേശവനെ പോലെ തന്നെയാണ്. ഗുരുവായൂരമ്പലത്തിലെ ആനയാണെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പരിഗണനയാണ് എല്ലായിടത്തും കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പ്രത്യേക പരിഗണനയാണ് ആളുകൾ. എന്തുകൊണ്ടാണെന്നറിയോ? ഗുരുവായൂരപ്പൻ്റെ ആനയല്ലേ, ഒരു ഭാവം അല്ലേ? അപ്പം നമ്മളൊക്കെ നാമം ജപിച്ച് ഗുരുവായൂരപ്പനെ കൊണ്ട് നടക്കുമ്പോൾ നമുക്കും ആ ഒരു പരിഗണന കിട്ടില്ലേ? കിട്ടാണ്ടിരിക്കില്ല. നമ്മുടെ മനസ്സിലും അതുണ്ടാകണം. ഒരാൾ രത്നവ്യാപാരി ഉണ്ടായിരുന്നു ഒരിക്കൽ. അപ്പോൾ അയാളിങ്ങനെ വലിയ വലിയ രത്നങ്ങളൊക്കെ ഇങ്ങനെ വിറ്റ് ജീവിച്ചായിരുന്നു. അയാൾ രത്നം വിറ്റ് ഒരിക്കൽ അക്ബർ രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം അദ്ദേഹം രത്നമൊക്കെ വാങ്ങിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ദേഷ്യം വരും അത്ര. അയാളെ ഓടിക്കുക ഉടനെ കൊട്ടാരത്തിൽ വരുമ്പോൾ തൻ്റെ രത്നം കൊണ്ടും കൂടെ ഉടനെ പറഞ്ഞ് ഓടിക്കുക അത്ര. അദ്ദേഹത്തിന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആകെ വിഷമമായി. ഈ രത്നമൊന്നും സാധാരണക്കാർ വാങ്ങിക്കില്ലല്ലോ, നല്ല വിലയല്ലേ? അദ്ദേഹത്തിന് ആകെ വിഷമമായി അത്ര. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ടേ. അപ്പോഴാണ് അദ്ദേഹം ഇതേപോലെ ഒരു സത്സംഗത്തിൽ വന്ന് പെട്ടപ്പോൾ കണ്ണനെക്കുറിച്ച് പാടുന്ന കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇനി ഞാൻ കണ്ണനെ മാത്രമേ സ്മരിക്കണുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ
കൃഷ്ണനെ തന്നെ സ്മരിക്കാനും പൂജിക്കാനും നാമം ജപിക്കാനും തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിലങ്ങനെ ലയം വന്നതോടുകൂടി അദ്ദേഹം നല്ലൊരു സന്യാസിയായിട്ട് മാറി. വേഷമൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ അദ്ദേഹം ഇപ്പം എന്താണെന്നറിയോ, അദ്ദേഹം ഓരോ നാടുകളിലും ചെല്ലും. എന്നിട്ട് കല്ലു വേണു നീല നീറം ഓടും നല്ല കല്ലു വേണു നല്ല വൈരിപ്പേരോടുന്ന കല്ലു വേണമോ ഇന്ദ്രനീലമണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷശീല സാന്ദ്രമോദം വിളങ്ങുമ കല്ലു വേണമോ ഇഹ പരസുഖങ്ങളിൽ മുഴുകിടാൻ കൽപ്പേറ്റുമ മഹാജനം ചൂടും നല്ല കല്ലു വേണമോ. അദ്ദേഹം ഏത് കല്ല വിൽക്കാൻ പോയത്? കൃഷ്ണ കല്ല് വിൽക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ വിറ്റ് അദ്ദേഹം അക്ബറുടെ കൊട്ടാരത്തിൻ്റെ അടുത്ത് വന്നു. അത്ര ഒരു ദിവസം അവിടെ വന്നിരിക്കുമ്പോഴേക്കും ആളുകളെല്ലാം ചുറ്റിനും കൂടി അദ്ദേഹം കണ്ണൻ്റെ കഥ ഇങ്ങനെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ അത്രേ. കൃഷ്ണനെ കൊണ്ടുപോക്കോളൂ, കൃഷ്ണനെ ഹൃദയത്തിൽ കൊണ്ടുപോക്കോളൂ, അതിലും വലുതായിട്ടൊരു രത്നം വേറെ ഇല്ല ഈ ലോകത്തിൽ, ഇതാണ് ഏറ്റവും നല്ല നീലക്കല്ല് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അക്ബർ അറിഞ്ഞു അത്ര ഒരു ദിവ്യനായിരിക്കുന്ന ഒരു സന്യാസി അവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വേഗം അക്ബർ വലിയ കാഴ്ചദ്രവ്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഈ സന്യാസിയുടെ മുമ്പിൽ വെച്ച് നമസ്കരിച്ചു. അത്ര നമസ്കരിച്ച് കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, പണ്ട് ഞാൻ രത്നക്കല്ല് വിൽക്കാനായിട്ട് വന്നപ്പോൾ അങ്ങ് എന്നെ മാറ്റി ഓടിച്ചു. ഇപ്പം ഞാൻ ഏത് കല്ലാണ് വിൽക്കണമെന്നറിയോ? കൃഷ്ണക്കല്ലാണ് ഞാൻ വിൽക്കുന്നത്. അപ്പം അങ്ങ് എന്നെ ഒന്ന് ആദരിക്കണമെന്നാണ്. ഇതാണ് ഇതിൻ്റെ ഭാവം അല്ലേ? അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ കണ്ണനെ കുടിയിരിക്കുന്നത്, നമ്മുടെ വാക്കിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ എല്ലാവരും മാനിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരും. ഇല്ലെങ്കിൽ എല്ലാവരും നമ്മളെ ചവിട്ടി താഴ്ത്തും. ഒരാൾക്കും വേണ്ട നമ്മളെ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവും, എല്ലാവർക്കും വിലയുണ്ടാവും അല്ലേ? അതില്ലാന്നും വരട്ടെ, ആർക്ക് വേണം നമ്മളെ? ആർക്കും വേണ്ടി വരില്ല. നമ്മുടെ മക്കൾ പോലും നമ്മളെ തിരിഞ്ഞ് നോക്കില്ല എന്നർത്ഥം. അപ്പോൾ നമുക്കെപ്പോഴും ആ ഹൃദയത്തിൽ ഭഗവത് ചിന്ത നിറഞ്ഞു വരണം. ആ കഥയാണ് പിന്നീട് അഷ്ടമസ്കന്ധത്തിൽ ഗജേന്ദ്രമോക്ഷം കൊണ്ട് പറഞ്ഞത്. നമ്മുടെ കഥ തന്നെയാണ്. ഇന്ദ്രദ്യുമ്നൻ എന്നു പേരായിരിക്കുന്ന പാണ്ഡ്യരാജാവ് അദ്ദേഹം കുറേ കാലം തപം ചെയ്തു. അത്ര തപം ചെയ്യാമെന്ന് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിരിക്കും, അങ്ങനെ ഭഗവാനെ ധ്യാനിക്കുകയാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. പക്ഷേ എൻ്റെ കുഴപ്പം നമ്മളൊക്കെ ഇരിക്കും പോലെയാണ്. ദാഹിക്കണമെന്ന് തോന്നിയാൽ പാല് കാച്ചി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാൻ ആളുണ്ട്. നമ്മളെപ്പോലെ ചുക്കോളൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. നല്ല പാല് കിട്ടാനുണ്ട്. കാല് വേദനിക്കണമെന്ന് കണ്ടാൽ നമ്മൾ തന്നെ തിരുമണം. ആരും തിരുമ്മി തരാനില്ല. ഇത് തിരുമ്മി കൊടുക്കാൻ ആളുണ്ട്. പഞ്ചാമരം കൊണ്ട് വീശാൻ ആളുണ്ട്. ഇങ്ങനെ എല്ലാ ഭൗതിക സുഖങ്ങളുടെയും ഭോഗങ്ങളുടെയും നടുക്കിരുന്നുകൊണ്ട് അദ്ദേഹം ഭഗവാനെ ഭജിക്കാൻ പോയാൽ പറ്റുമോ? പറ്റില്ല അല്ലേ? നന്നായിട്ട് കഷ്ടപ്പെടണം. ഈശ്വരനെ കിട്ടണമെങ്കിൽ എനിക്ക് ആരുമില്ല കണ്ണാന്നൊരു ഭാവം വരണം. ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഭഗവാൻ നമ്മുടെ കൂടെ വരിക. അപ്പം നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഭഗവാന് നമ്മളോടുള്ള ഇഷ്ടം കൂടുമ്പോഴാണ്. അപ്പോഴാണ് ഭഗവാനെ കൂടുതൽ നമ്മൾ ചേർത്ത് പിടിക്കും. കണ്ണാ നീ ഉള്ളൂ കേട്ടോ എന്ന് പറയാറാവണം. അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മളിൽ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണ്ടോ അവരെ പതുക്കെ ഭഗവാൻ അകറ്റും. എന്തിനാണെന്നറിയോ? ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മളെ കൂടുതൽ ഭഗവാനെ സ്നേഹിക്കാൻ പറ്റുക. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഭഗവാൻ നമ്മളെ കൂട്ടുപിടിക്കില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്. ഭഗവാനെ വിളിക്കുന്നതിന് ഒരു കുറവ് വരും. പക്ഷേ എല്ലാം വിട്ടുപോയി എൻ്റെ കണ്ണാ നീ മാത്രമേ ഉള്ളൂ എന്നൊരു ഭാവം വരുമ്പോൾ ഭഗവാൻ വേഗം ഓടി വരും. ഒറ്റ വിളി മതി, അതിനോട് ഓടി വന്ന് നമ്മളേതാ കൊണ്ടുപോകാൻ ഭഗവാൻ കാരുണ്യം കാണിച്ചു തരിക. അപ്പോൾ ആ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് തൻ്റെ ബന്ധുമിത്രാദികളോട് കൂടിയിരുന്ന് ഭഗവാനെ ഭജിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് എത്തണില്ല. ഇത് കണ്ടതായിരിക്കുന്ന അഗസ്ത്യൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. അഗസ്ത്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിവിൻ്റെ മഹാസമുദ്രമാണ്. ലോകമുദ്രാപതിയാണ്. ശ്രീവിദ്യ ഉപാസകനാണ് അത്ര അദ്ദേഹം. അങ്ങനെ അഗസ്ത്യൻ ശിഷ്യന്മാരോടുകൂടി വന്ന് നോക്കിയപ്പോൾ തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഇന്ദ്രദ്യുമ്നൻ ഗുരുനാഥൻ വന്നത് അറിഞ്ഞേയില്ല. കണ്ണടച്ചിരിക്കണം അത്ര. അദ്ദേഹം പതുക്കെ ഒന്ന് ഉള്ളിലേക്ക് സ്റ്റാൻഡ് ചെയ്ത് നോക്കി. ഗുരുവായൂരപ്പനുണ്ടോ അകത്ത്? നോക്കിയപ്പോൾ എന്താ, ഗുരുവായൂരപ്പൻ മാത്രമില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ഭാര്യയും മക്കളും സമ്പത്തും ആനയും കുതിരയൊക്കെ ഉണ്ട് ഉള്ളിൽ. ഇല്ലാത്തത് എന്തേ ഉള്ളൂ? ഭഗവാൻ മാത്രമില്ല എന്നാണ്. അങ്ങനെയായ ധ്യാനാവോ? ശരിക്ക് ധ്യാനത്തിൽ എന്ത് വരണം? എല്ലാം ഒഴിവായി പോകണം അല്ലേ? ഒരാൾ ഇതുപോലെ രമണ മഹർഷിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഗുരുനാഥ എനിക്കൊന്ന് ധ്യാനിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു.
ഗുരുനാഥൻ പറഞ്ഞ അവിടെ ധ്യാനിച്ചോളാൻ പറഞ്ഞു. അയാൾ എന്ത് ചെയ്തു, വേഗം വീട്ടിലേക്ക് പോയി. കുടുംബത്തിൽ പോയി ഇരുന്ന് അയാൾ ധ്യാനിക്കാനൊക്കെ തുടങ്ങി. ഒരു 3-5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പര് അരുണാചലിലേക്ക് വന്ന് അത്ര ഗുരുനാഥനെ കാണാൻ വന്നു. അപ്പോൾ അന്തേവാസികളൊക്കെ ചെന്ന് ചോദിച്ചു, ഞാൻ ധ്യാനിക്കാൻ പോയിട്ട് എന്തായെന്ന് വെച്ചു. ഞാനൊക്കെ ഇപ്പോൾ ധ്യാനിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞു. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനൊക്കെ ഇപ്പോൾ ധ്യാനിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആകെ സംശയമായി. ഇത്ര കാലം ഗുരുനാഥൻ്റെ കൂടെ ആശ്രമത്തിൽ നിന്നിട്ടും ഞങ്ങൾ ധ്യാനിക്കാൻ പഠിച്ചില്ലല്ലോ, ഇയാൾ 4 മാസം കൊണ്ട് ധ്യാനിക്കാൻ പഠിച്ചുല്ലോ. അവർ എന്നിട്ട് രമണ മഹർഷിയോട് പറഞ്ഞു, ഗുരുനാഥ അയാൾ എത്ര പെട്ടെന്നാണ് ധ്യാനിക്കാൻ പഠിച്ചത്, എന്തേ ഞങ്ങൾ ധ്യാനിക്കാൻ പഠിക്കാണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാളെ കൊണ്ട് വിളിക്കാൻ പറഞ്ഞു. വേഗം ഇയാളെ വിളിച്ചു. ഇയാൾ നമസ്കരിച്ചു. പറഞ്ഞു, താനിപ്പോൾ എന്താ ചെയ്യണേ? ഞാൻ ധ്യാനിക്കണം ഗുരുനാഥ. അപ്പോൾ എന്തൊക്കെ താൻ ധ്യാനിക്കും? ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നാൽ മതി. കാശി വിശ്വനാഥനെ കാണും, രംഗനാഥേശ്വരനെ കാണും, വെങ്കടാചലപതിയുടെ ആ സ്വർണ്ണ താഴിയെക്കൂടെ ഇങ്ങനെ മിന്നി തഴകണ കാണും, കന്യാകുമാരി ദേവിയുടെ ആ സ്വർണ്ണ കൊടിമരം കാണും. ഇന്ന് വേണ്ട, അത് കാണാത്തതൊന്നുമില്ല അത്ര. ഇതൊക്കെ ധ്യാനത്തിൽ വരുന്നു പറയാം. രമണ മഹർഷി പറഞ്ഞു, അപ്പോൾ താൻ ധ്യാനിക്കായിരുന്നില്ല, മനോരാജ്യം കാണുമായിരുന്നു പറഞ്ഞിട്ട് ഒറ്റയടിക്കായിട്ട് മൊഴി പിടിച്ചു തന്നു. അപ്പോൾ ധ്യാനത്തിൽ എന്ത് വരാൻ പാടില്ല? മറ്റൊന്നും കാണാതാവാണ്ടാവണം. ഒന്നുമില്ലാണ്ട് വരുമ്പോഴാണ് ശരിക്കും ധ്യാനം ആരംഭിക്കുക എന്നാണ്. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ഒരു മധുരമാണ്, ഒരു ആനന്ദമാണ്. ആ ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ ചിന്തകളും നമുക്കില്ലാണ്ടാവണം. 3 ഭാവങ്ങൾ ഇല്ലാണ്ടാവുമ്പോഴാണ് ശരിക്ക് ധ്യാനം ആരംഭിക്കുക. അപ്പോൾ ആദ്യം ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മൾ മറക്കേണ്ടത് ഈ പ്രകൃതിയെ മറക്കണം, അല്ലേ? ഞാൻ എവിടെ ഇരിക്കണമെന്ന് ആദ്യം പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഓരോരുത്തർ അങ്ങനെയൊക്കെ ആവും. പക്ഷെ അതിനെളുപ്പമാണ്. പക്ഷേ രണ്ടാമത്തെ പണിയാണ് ബുദ്ധിമുട്ട്. എന്താണെന്നറിയോ? ഈ ശരീരത്തിനെ മറക്കണം. രണ്ടാമത്തെ പണി അത് ഇത്തിരി പണിയാണ്, അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണടച്ചിരിക്കണമെന്ന് വെച്ചാൽ ഫാനിൻ്റെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ പോയിരിക്കണമെന്ന് സുഖമായിട്ട് ഇരിക്കണത്, കണ്ണടച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കണ്ടുപോയാലപ്പോൾ അറിയാം നമ്മൾ കണ്ണു വിളിച്ചിരിക്കുന്നത്. കാരണം ആ കാറ്റിലാണ് ഓരോരുത്തർ ഇങ്ങനെ കയ്യൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കണ നടക്കില്ലേ? അതിപ്പോൾ അവിടെ എത്തിയെന്നായിരിക്കും, അവരുടെ എത്തിയിട്ടില്ല, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കണം. രണ്ടാമത്തെ പണിയാണ് ഈ ശരീരബോധം ഇല്ലാണ്ടാവുക. അത് അത്ര എളുപ്പമെന്നുള്ളതാണ്. 3ാമത്തതാണ് മനസ്സില്ലാണ്ടാവണം. ഈ മനസ്സ് എന്ന ചിന്തകൾ പരിപൂർണമായിട്ട് ഇല്ലാണ്ടാവണം. ഞാൻ ധ്യാനിക്കണം എന്നുള്ള ചിന്ത ഇല്ലാണ്ടാവണം. ഞാനില്ലാതെ ഉണ്ടാവണം. ധ്യേയമായിരിക്കുന്ന വസ്തു ഇല്ലാണ്ടാവണം. ഇത് 3 ഇല്ലാതെ ഉണ്ടാവുമ്പോഴാണ് ശരിയായിരിക്കുന്ന ആനന്ദം. അതിൻ്റെ പേരാണ് ധ്യാനം അനുഭവിക്കുക. അതിനാണ് തേങ്ങ ഉടയ്ക്കാറില്ലേ നമ്മൾ? നാളികേരം ശാസ്താവിനും ഗണപതിക്കൊക്കെ എന്തിനാ ഉടയ്ക്കണമെന്നറിയോ? നാളികേരം നല്ലൊരു ധ്യാനമാണ്. നാളികേരത്തിന് 4 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആദ്യം ചകിരി കളയണം, അല്ലേ? ചകിരി കളയാന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ മറക്കാൻ എളുപ്പമാണ്. അതിനെ കളയാൻ നമുക്ക് എളുപ്പം സാധിക്കും. രണ്ടാമത് എന്താണ്? ഈ ശരീരബോധം ഇല്ലാണ്ടാവുക. അതെന്താണ്? അത് ചിരട്ടയാണ്, അല്ലേ? ചിരട്ട ഇത്തിരി കട്ടിയില്ല പൊട്ടിക്കാനൊക്കെ. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉള്ളിലാണ് വെളുത്തതായിരിക്കുന്ന ആ കാമ്പ്. അതല്ലേ മനസ്സ്. ഇന്നത്തെ ഒരു ഭംഗിയാണ് നോക്കിയോളൂ, അല്ലേ? ഇത് 3ഉം പൊട്ടി കഴിയുമ്പോഴാണ് ആ മധുരമായിരിക്കുന്ന വെള്ളം ഇങ്ങനെ തീർക്കണം, അല്ലേ? അത് മറ്റൊരാളെ കൊണ്ടെല്ലാം ചെയ്യിക്കേണ്ടത്, നമ്മൾ തന്നെ തേങ്ങ ഉടയ്ക്കണമെന്നാണ്. അപ്പോൾ ആ ആനന്ദം അതിങ്ങനെ നന്നായിട്ട് നന്നായിട്ട് അങ്ങനെ പ്രചരിക്കണം, എല്ലായിടത്തേക്കും പ്രസരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ തേങ്ങ ഉടയ്ക്കുന്നത് ശരിക്കൊരു ധ്യാനം കേട്ടോ. അല്ലാതെ കണ്ട് തലമുണ്ടയ്ക്ക് ഒഴിഞ്ഞിട്ട് അറിയാനുള്ള സംഗതി അല്ലാതെ അത് ശരിക്കും നല്ലൊരു ധ്യാനമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരിക. ഉള്ളിൽ നല്ല ആലസ്യം, നിദ്ര, അജ്ഞാനം, തമസ് ഇതെല്ലാം ചേർന്നിരിക്കണം അത്രേ. ഇതെല്ലാം ഉള്ള ഒരാൾ കണ്ണടച്ചിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലൊന്നും വന്നിട്ടില്ല. അതിങ്ങനെ കണ്ണടച്ചിരിക്കണ്ടാവും. അയാളുടെ ചിന്തകൾ വേറെ ആയിരിക്കും, സ്വപ്നം കാണുകയായിരിക്കും, നല്ല ഉറക്കത്തിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് ധ്യാനത്തിലാണെന്നൊക്കെ. ധ്യാനം കൊണ്ടൊന്നും ചെയ്യാത്ര. അപ്പോൾ ഇതുണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? എല്ലാ ബന്ധങ്ങളും അറ്റത്ത് പോകണം, അല്ലേ? എല്ലാവരും കൂടെ ഇരുന്ന് ഒരിക്കലും ധ്യാനം ശരിയാവില്ല നമുക്ക്. അതൊക്കെ വെറുതെ കാണിക്കുന്നതാണ്. എല്ലാവരോടൊപ്പം നല്ല സുരക്ഷിതമായിട്ട് ഇരുന്നുകൊണ്ട് ധ്യാനിക്കാൻ പോയാൽ എങ്ങനെ ധ്യാനം വരും നമുക്ക്? അത് വരില്ല. ആരുമില്ലാത്തൊരവസ്ഥയിൽ വരുമ്പോഴാണ് ശരിയായിരിക്കുന്ന ധ്യാനം. അത് ആ അഗസ്ത്യന് മനസ്സിലായി. തൻ്റെ ശിഷ്യൻ ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. വേഗം അദ്ദേഹം നീ സ്തബ്ധബുദ്ധിയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു. ശപിക്കുക എന്നല്ല പറയാ, അനുഗ്രഹിച്ചു എന്നാണ്. സ്തബ്ധബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ആനയായിട്ട് പോട്ടെ എന്ന് അനുഗ്രഹിച്ചു. ആനയ്ക്കയുടെ പ്രത്യേകത എന്താ? താൻ ആരാണെന്ന് അറിയാത്തൊരു ജീവിയാണ് ആന, അല്ലേ? അതിന് ഇത്തിരിയും വന്ന കണ്ണും കൊടുത്തു, അത് മറയ്ക്കുന്ന വലിയൊരു ചെവിയും കൊടുത്തു, അല്ലേ? കഴുത്തൊന്ന് തിരിക്കാനും വയ്യ, നമ്മളെപ്പോലെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ശരീരം മൊത്തം തിരിയണം അത് കാണണമെങ്കിൽ, ബാക്കൊക്കെ കാണണമെങ്കിൽ. അതുകൊണ്ട് തൻ്റെ ശക്തി എന്താണ്, തൻ്റെ ബലം എന്താണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ്
ഇത്രയും ഒന്നൊരാളൊരു കോൾമൈനെ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ? അതിനതിൻ്റെ വില അറിഞ്ഞെങ്കിൽ നമുക്കൊന്നും വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അതിനല്ലേ. അപ്പോൾ അതിൻ്റെ ശക്തി ചിലപ്പോൾ അത് അങ്ങനെ ആയി തീർന്നതാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ അതേപോലെ താൻ ആരാണെന്ന് അറിയാതെ കണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഉണ്ട് എന്നുള്ള ചിന്തയാണ്. എല്ലാവരും വിട്ടുവിട്ട് പോകുമ്പോഴാണ് ഇനി ഞാനും കണ്ണനും മാത്രം എന്നുള്ളൊരു ചിന്ത വരണം. അങ്ങനെ വരുമ്പോഴാണ് ശരിയായിരിക്കുന്ന മോക്ഷം, അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം കിട്ടുക, അനന്യമായിട്ട് കാണാതാവും. വേഗം അദ്ദേഹം ശപിച്ചു. അദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ എഴുന്നേറ്റ് തൻ്റെ ഗുരുനാഥനെ നമസ്കരിച്ചുകൊണ്ട് ആനയായിട്ട് പറഞ്ഞു. ത്രികൂട പർവ്വതത്തിൽ 10,000 യോജന വിസ്താരമുള്ള ത്രികൂട പർവ്വതത്തിലൊരു ആനയായിട്ട് ജനിച്ചപ്പോഴും അദ്ദേഹം ആയിരക്കണക്കിന് ആനകളുടെ നേതാവായിട്ട് മാറി എന്നാണ് ഇവിടെ പറയുക. അജമായയാ, അജൻ്റെ ഭഗവാന്റെ മായയിൽ പെട്ടുപോയി. അതുകൊണ്ട് എന്തായി? അഹങ്കാരം, ഞാനാണ് ഈ കുടുംബത്തിൻ്റെ മുഴുവനും നാഥനെന്ന് വിചാരിച്ചു. ഈ ആനകളെ മുഴുവനും മേച്ചു കൊണ്ടുപോകുന്നത് ഞാനാണെന്ന് വിചാരിച്ചു. അങ്ങനെ കൊണ്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെന്നിയിൽ നിന്ന് ഒഴുകുന്ന മതജലത്തിൻ്റെ ഗന്ധം കൊണ്ട് ക്രൂര മൃഗങ്ങളൊക്കെ ഓടി ഒളിക്കും. ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ അടുത്ത് വന്നിരിക്കും. വണ്ടുകൾ സദാസമയത്തും അദ്ദേഹത്തിൻ്റെ ചെന്നിയിൽ വന്ന് ഇങ്ങനെ മതജലം കുടിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മതലഹരിയിൽ അങ്ങനെ വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ അതൊക്കെ പുല്ല് പറിച്ച് കളയേണ്ടതുപോലെ തൻ്റെ തുമ്പി കൊണ്ട് വലിച്ചെറിഞ്ഞ് വളരെ വേഗത്തിൽ അങ്ങനെ നടന്നു പോകത്ര. അത്രയും ശക്തിമത്തായിട്ട് അതിഭയാനകമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള രൂപത്തിൽ ഗജേന്ദ്രൻ തൻ്റെ ആനകളെയൊക്കെ നയിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ ഋതുമത്ത് എന്ന പേരായിരിക്കുന്ന വരുണൻ്റെ ഉദ്യാനത്തിൽ നല്ലൊരു തടാകം, അതിമനോഹരമായിരിക്കുന്ന തടാകത്തിൻ്റെ ഭംഗിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആമ്പൽപ്പൂക്കൾ, താമരപ്പൂക്കൾ, കരിമ്പൂവള പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നു. ഹംസങ്ങൾ, കുളക്കോഴികളൊക്കെ പാറി നടക്കുന്നു. നല്ല പ്രകൃതി രമണീയമായിരിക്കുന്ന തടാകത്തിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ആനകളെല്ലാം അതിലിറങ്ങി വെള്ളം കുടിപ്പിച്ചും നീന്തിപ്പിച്ചും പല തരത്തിൽ വികാക്ഷ തസ്മിന്നമൃതാംബു നിർമ്മലം ഹേമാരവിന്ദോൽപലരേണുവാസിതം പപൂർണികാമം നിജ പുഷ്കലോധൃതം ആത്മാനമൽഭീ അമൃതതുല്യമായിരിക്കുന്ന ജലം കുടിപ്പിച്ചും അങ്ങനെ നീന്തി കളിച്ചും എത്രയോ കാലം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കഴിയുമെന്നറിയോ. ആനകൾക്ക് വെള്ളം കണ്ടാൽ പിന്നെ വേറൊന്നും വേണ്ട. അതിൽ കിടന്ന് അങ്ങനെ തലകുത്തി മറിഞ്ഞവരങ്ങനെ ആനന്ദം അനുഭവിക്കുമ്പോൾ അതിലിതാ വന്ന് കിടക്കണ്ടായിരുന്നു ഒരു തം തത്ര ഗച്ഛിന്ദ്രപതൈവ ചോദിതോ ഗ്രാഹോ ചരണേരുഷാഗ്രഹീത്. അവിടെ ഒരു മുതല അതിൽ കിടപ്പുണ്ടായിരുന്നു. ആ മുതല ഇത്രയും ആനക്കുട്ടികളും ഒക്കെ ഉണ്ടായിട്ട് അതിനൊന്നും പിടിച്ചില്ല. ഈ ഗജേന്ദ്രൻ്റെ കാലിൽ മാത്രം കയറി പിടിച്ചപ്പോൾ ഒരു കട്ടുറുമ്പ് കടിക്കുമ്പോൾ തോന്നി. അതിനെ കുടഞ്ഞു കളയാൻ നോക്കിയപ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി അത് കടിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ആന മേപ്പോട്ടേക്ക് കയറുമ്പോൾ അതിലും വലിയ ബലത്തോടുകൂടി വെള്ളത്തിലേക്ക് വലിക്കും. ആനയ്ക്ക് കരയ്ക്ക് കയറിയാലേ ബലമുള്ളൂ, മുതലയ്ക്ക് വെള്ളത്തിലാ ബലം. അതുകൊണ്ട് വലിച്ചിങ്ങനെ വലിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, രക്തം ഇങ്ങനെ കുടിച്ച് ആ മുതലയ്ക്ക് നല്ല ആരോഗ്യം വെച്ചു തുടങ്ങി. ആനയ്ക്ക് രക്തം പോയിട്ട് ക്ഷീണിക്കാൻ തുടങ്ങി അത്ര. അപ്പോഴാണ് താൻ അപകടത്തിൽപ്പെട്ടുല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. ഇത്രയും ശക്തി ഉണ്ടായിട്ടും ആ ശക്തിയെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. നിസ്സഹായനായി തീർന്നപ്പോൾ തൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് ചോദിച്ചു അത്ര. എല്ലാവരും കൊച്ചു കാട്ടുവള്ളി ഇട്ട് നോക്കി, തിണ്ടൊക്കെ ഇടിച്ച് നോക്കി, എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റാന്നൊക്കെ നോക്കി. അവർ നോക്കിയിട്ടൊന്നും പറ്റണില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ കർമ്മവിധി എന്ന് പറഞ്ഞ് എല്ലാവരും പതുക്കെ പോകാൻ തുടങ്ങി. അതോടുകൂടി ഇപ്പം എന്തായി? ഗജേന്ദ്രനുമുണ്ട്, ആ മുതലുണ്ട്. ആ വലിയതായിരിക്കുന്ന തടാകത്തിൽ ആ പിടിവലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണു. എത്രയായിട്ടും ആനയുടെ ശക്തി മുഴുവൻ എടുത്തിട്ടും ആ മുതലയുടെ പിടിവിട്ട് മുകളിലേക്ക് കയറാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ആ മുതലിങ്ങനെ ഓരോ ദിവസവും പിടിച്ച് വലിച്ച് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആ ചെടിയിലേക്ക് ഇങ്ങനെ ആണ്ടാണ്ട് കൊണ്ടുപോകുമ്പോഴാണ് ആ ഗജേന്ദ്രൻ മനസ്സിലായത്, ഇത്ര കാലം ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ എവിടെ പോയി എന്നാണ്. നമുക്കൊരാപത്ത് വരുന്നവരെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും അല്ലേ. അത് കഴിഞ്ഞാൽ നമുക്ക് വയ്യാണ്ടായി എന്ന് കണ്ടാൽ പിന്നെ ആരും നമ്മളെ അധികം ഒന്നും നോക്കാനൊന്നും നിൽക്കില്ല എന്നർത്ഥം. നമ്മുടെ സമ്പത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരെങ്കിലും വില വയ്ക്കുമോ? നമുക്കെല്ലാ യോഗ്യതകളുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സമ്പത്തുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, കേമത്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സ്തുതി പാടാൻ ധാരാളം പേരുണ്ടാവും. നമ്മളെ ഇന്നെല്ലാം പോയാൽ പിന്നെ ആരെങ്കിലും ഉണ്ടാവുമോ? കാട്ടിലെ
ഫലങ്ങളൊക്കെ തീർന്നാൽ അവിടുന്ന് മൃഗങ്ങളും പക്ഷികളൊക്കെ പോവും അടുത്തടുത്തേക്ക്. അതേപോലെ തന്നെയാണ് എല്ലാം പോയി കഴിഞ്ഞാൽ, എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കഴിവൊക്കെ പോയി, നമുക്ക് കണ്ണ് കാണാണ്ടായി, ചെവിട് കേൾക്കാണ്ടായി, വർത്തമാനം പറയേണ്ടതൊക്കെ കുഴഞ്ഞു തുടങ്ങി, നടക്കാൻ വയ്യാണ്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് പതുക്കെ നമ്മളെ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ ICU എല്ലാവരും അങ്ങനെയായിട്ട് മാറും. പിന്നെ അത് കിടക്കുകയാണെങ്കിൽ പറയേ വേണ്ട, ചില്ലിൻ്റെ പുറത്ത് വന്നപ്പോൾ കാണാനൊന്നും പറ്റില്ലല്ലോ എന്നാണ് അവരുടെ വാക്ക്. അതുകൊണ്ട് ആരും നമ്മളെ ഉപേക്ഷിച്ച് പോണു. ഭാഗവതം എത്രയോ കാലം മുമ്പേ നമ്മളോട് ഇത് പറഞ്ഞു തരുന്നു. ഇപ്പോഴും ആ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ദുഃഖം അപ്പോഴാണ് അത്ര ഗജേന്ദ്രന് വന്നത്. മാമിമേ ജ്ഞാതയ ആതുരം ഗജ ഉദക്കരിണ്യപ്രഭവന്തിമോചിതം ഗ്രാഹേണ പാചേന വിധാതുരാഭൃതോപ്യഹം ചതം യാമി പരം പരായണം. ദുഃഖിതനായിരിക്കുന്ന എന്നെ, എൻ്റെ കൂടെയുള്ള ഈ ഗജങ്ങളൊന്നും മോചിപ്പിക്കാൻ ശക്തരായില്ലല്ലോ. പിടികാണാൾക്ക് പറ്റണില്ല, മറ്റാർക്കും സാധിക്കാതെ ഉണ്ടായി തീർന്നല്ലോ. ബ്രഹ്മാദികൾക്കും ആശ്രയനായിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ആ ഭഗവാൻ. ഇനി എനിക്കത് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. ഭാഗവതം നമ്മളോട് പറയാം. എല്ലാവരും ഇട്ടേച്ച് പോയപ്പോൾ ആ ഗജേന്ദ്രന് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം, ഗുരുത്വം അപ്പുണ്ടായി. താൻ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വന്നപ്പോൾ ഇനി ഭഗവാൻ മാത്രമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങും സഞ്ചരിക്കുന്ന ആ അന്ധകളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ഇനി ഒരേ ഒരാൾ മാത്രം, ഭഗവാൻ മാത്രം. അദ്ദേഹം എന്ത് ചെയ്തു? ധാരാളം താമരപ്പൂക്കളും ആമ്പൽപ്പൂക്കളും കരിമ്പൂക്കളും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിലും അതിലെ താമരപ്പൂ മാത്രം പറിച്ചെടുത്തു. എന്താണെന്നറിയോ? നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, ഒന്നിനോടും ബന്ധമില്ലാത്തതാണ്, സംഘമില്ലാത്തതിൻ്റെ പ്രതീകമാണ് താമരപ്പൂവ്. താനുണ്ടായ ചെടിയോട് പോലും അതിന് ബന്ധമില്ല. ചെടിയെപ്പോലെ കറുത്തതാണോ താമരപ്പൂവ്? അതല്ല അല്ലേ. ആ ചെടി ഇത്തിരി വീണ് കഴിഞ്ഞാൽ താമരപ്പൂ ആടി അതിനെ കളയണു. ഒരിക്കലും അതിനെ കറുപ്പിക്കാൻ സാധിക്കില്ല. ആ ചെടിയുടെ ദുർഗന്ധമുണ്ടോ താമരപ്പൂവിന്? അതുമില്ല. എന്തൊരു ഭംഗിയാണല്ലേ. അതുകൊണ്ട് തന്നെ ഒന്നിനോടും ബന്ധമില്ലാത്ത മനസ്സിൻ്റെ പ്രതീകമാണ് താമരപ്പൂവ്. ആ മനസ്സുകൊണ്ട് പ്രതീകമായിരിക്കുന്ന താമരപ്പൂ എടുത്തുകൊണ്ട് ഗജേന്ദ്ര ഉപനിഷത്ത് എന്നു പേരായിരിക്കുന്ന ഒരു മഹാമന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ ഓം നമോ ഭഗവതേ തസ്മൈ ഏതചിതാത്മകം പുരുഷായ അതിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യദശ്ചേദം യേനേദം യേദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്നം ഭവദ്യേ സ്വയം ഭുവം. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു, ഈ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്തോത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ ഹരി എന്നോ നാരായണ എന്നോ കൃഷ്ണ എന്നോ കേശവ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പറയുന്നതെല്ലാം ബ്രഹ്മത്തിനെയാണ്. നാമരൂപങ്ങൾക്ക് അതീതനായിരിക്കുന്ന സാക്ഷാൽ ഈശ്വരനെ, ആ ഈശ്വരനെ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് വേണ്ട മാതിരി ഭഗവാനെ ഉള്ളൂ എന്ന് ഉറപ്പിച്ചു. മനസ്സുകൊണ്ട് എന്തുണ്ടായി? ആ ഹൃദയത്തിൽ ഭഗവാനെ താൻ കണ്ടുകൊണ്ട്, ഈശ്വര സ്വരൂപത്തിനെ കണ്ടുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ജന്മങ്ങളിൽ കിട്ടിയതായിരിക്കുന്ന സംസ്കാരങ്ങളെ കൊണ്ട് മനോഹരമായിട്ട് സ്തുതിച്ചു. ഓം നമോ ഭഗവതേ തസ്മൈ ഏതചിതാത്മകം പുരുഷായ അതിബീജായ പരേശായാഭിധീമഹി. ആദ്യം തന്നെ പറഞ്ഞെന്താണെന്നറിയോ? അന്തര്യാമി രൂപേണ ഏതൊരു ഭഗവാനാണോ ഈ ജഡമായിരിക്കുന്ന പ്രപഞ്ചത്തിനെ സചേതനമായിട്ടും സക്രിയമായിട്ടും എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകൃതി പുരുഷ സ്വരൂപേണം നടന്നിരിക്കുന്നത്, എല്ലാവർക്കും ഈശ്വരനായിട്ടുള്ളവൻ, ബ്രഹ്മാദികൾ കൂടി ഈശ്വരനായിട്ടുള്ളവനെ, അങ്ങനെയുള്ള ആ സർവേശ്വരനായിക്കൊണ്ട് നമസ്കാരം, ആ സ്വരൂപത്തിനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാണ് പരേശായ അഭിധീമഹി, അതിനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാണ് ആദ്യം തുടങ്ങി തന്നെ. ഏതൊരു ഭഗവാനിൽ നിന്നാണോ, ഏതൊരു ഭഗവാൻ മൂലമാണോ, ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായത്, ഈ പരത്തിനെല്ലാം പരനായിട്ടുള്ള സ്വയംഭൂവായിട്ടുള്ള ആ ഈശ്വരനെ, എല്ലാത്തിനും കാര്യകാരണമായിട്ടുള്ള ആ ഈശ്വരനെ ഉള്ളവൻ ശരണം പ്രാപിക്കുന്നേ. അവിടുന്ന് അന്യമായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്നാണ്. യസ്വാത്മനീതം നിജമായയാർപ്പിതം ക്വചിൽ വിഭാതം ക്വചിൽ തിരോഹിതം അവിദ്വസാക്ഷിവയം തദീക്ഷതേ സ ആത്മമൂലോ അവതുമാം പരാൽപരാ. അവിടുന്ന് ആരാണ്? പരാൽപരനായിട്ടുള്ള ആളാണ്, ആത്മാമൂലനായിട്ടുള്ള ആളാണ്, എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളവനാണ്. അത് മാത്രമല്ല അവിദ്വതയ്ക്കാണ് അവിടുന്ന് തടസ്സമില്ലാത്ത ദൃഷ്ടിയോട് കൂടിയിട്ടുള്ളവനാണ് അവിടുന്ന്. അങ്ങനെയുള്ള ഭഗവാൻ
സ്വയം സ്വമായകളുടെ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവനും സൃഷ്ടിച്ച് അതിനെല്ലാം പ്രകാശിപ്പിക്കണു. പ്രളയകാലത്ത് എന്ത് ചെയ്യണോ? അതിനെ മുഴുവനും തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യണു. അപ്പോഴും എല്ലാത്തിനും സാക്ഷിയായിട്ട് മാറി നിൽക്കണു. അതിനെ സൃഷ്ടിക്കുമ്പോഴും അതിനെ പരിപാലിക്കുമ്പോഴും അതിനെ സംഭരിക്കുമ്പോഴും എല്ലാം മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വെറും സാക്ഷി മാത്രം. കാരണം അങ്ങനെയുള്ള സർവേശ്വര, അദ്ദേഹം എന്നെ രക്ഷിക്കണേ, സമാം അവതു, എന്നെ രക്ഷിക്കണേ എന്ന് പറയാം. കാലേന പഞ്ചത്വമിതേഷു കൃഷ്ണശോ ലോകേഷു പാലേഷു ച സർവഹേതുഷു തമസ്തദാസിൽ ഗഹനം ഗഭീരം യസ്യ പാരേഭിവിരാജതേ വിഭൂ. ലോകങ്ങളും ലോകപാലന്മാരും സകല ഹേതുക്കളും മുഴുവനും കാലം കൊണ്ട് നശിക്കുമ്പോഴും ഒരിക്കലും നശിക്കാതെ കണ്ടിരിക്കുന്ന സർവ്വവ്യാപകനായിരിക്കുന്ന ഏതൊരു ഭഗവാനുണ്ടോ ആ ഭഗവാനെ ഇതാ അടിയങ്ങളെ ശരണം ഭാവിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായിരിക്കുന്ന സ്തുതി. ഇത് മുഴുവൻ പറയണമെങ്കിൽ കുറേ സമയമെടുക്കും. അവിടുന്ന് ആരാണ്? സ്വയമേവ പ്രകാശിക്കുന്നവനാണ്. അവിടുന്ന് പരമാത്മാവാണ്. വാക്കുകൾക്കും മനസ്സിനും ചിത്തവൃത്തികൾക്കും മുഴുവനും അവിഷയമായിട്ടുള്ളവനാണ്. അപ്രാപ്യനായിട്ടുള്ള ആളാണ്. മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കണ്ണുകൊണ്ടോ വാക്കുകളെ കൊണ്ടോ ഒന്നും ചെന്നെത്താൻ പറ്റാത്ത ആ സ്വരൂപമാണ് അവിടുന്ന്. അങ്ങനെയുള്ള ബ്രഹ്മമാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തിനെ ഞാൻ അടിയങ്ങൾ ശരണം ഭാവിക്കണു. യഥോ വാചോ നിവൃത്തന്റെ അപ്രാപ്യ മനസ്സാ സഹ എന്ന് ശ്രുതിയോട് പറയണു. ഒരിക്കലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അവിടുത്തെ അറിയാനോ അവിടുത്തെ സ്മൃതിക്കാനോ അവിടുത്തെ പാതാരൂപത്തിലേക്ക് എത്തിച്ചേരാനോ സാധിക്കാത്തതാണ്. അങ്ങനെയുള്ള സാക്ഷിയായിട്ടുള്ള അല്ലയോ സർവീശ്വര, അവിടുത്തെ അടിയങ്ങൾ ശരണം ഭാവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് ഭഗവാനെ സ്മരിച്ചു. നിത്യമുക്തനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാ അവിടുത്തെ മനസ്സിലാക്കാൻ സാധിക്കുക? എത്ര ജന്മങ്ങൾ എടുത്താലും എത്രയോ കാലം ജീവിച്ചാലും അവിടുത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ബ്രഹ്മാദി ദേവന്മാരുടെ വേദങ്ങൾ, ചരാചര ലോകങ്ങൾ എല്ലാം തന്നെ ഓരോ നാമരൂപങ്ങളെ കൊണ്ട് അറിയപ്പെടുമ്പോൾ ആ നാമരൂപങ്ങൾക്കെല്ലാം അതീതനായിട്ടിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് അവിടുന്ന്. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിനെ അടിയങ്ങൾ ശരണം ഭാവിക്കുകയാണ്. എന്തേ ഞങ്ങൾക്ക് ഇവയുള്ളവന് വേണ്ടതെന്ന് വെച്ചാൽ ഈ ശരീരം ആനയുടെ ശരീരം എന്നുള്ള മോചനമല്ല വേണ്ടത്. അജ്ഞാനത്തിൽ നിന്ന് മോചനം ഉണ്ടാക്കി തരണം. അജ്ഞാനമാണ് എന്നെ സകല ബന്ധനങ്ങൾക്കും കാരണമായിട്ട് മാറുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എൻ്റെ ഗ്രഹം, എൻ്റെ ലോകം എല്ലാം എൻ്റെ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നതെല്ലാം അജ്ഞാനം കൊണ്ടല്ലേ സർവേശ്വര. ഇതെല്ലാം ആരുടെയാണ്? സത്യത്തിൽ എല്ലാം അവിടുത്തെ മാത്രമാണ്. എല്ലാമായിട്ടിരിക്കുന്നത് ആരാ? എൻ്റെ ഭർത്താവായിട്ടിരിക്കുന്നത്, എൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നത്, എൻ്റെ മക്കളുടെ രൂപത്തിലിരിക്കുന്നത്, എൻ്റെ കയ്യിൽ ധനമുണ്ടെങ്കിൽ ആ ധനമായിട്ടിരിക്കുന്നത്, എന്തൊക്കെയായിട്ടിരിക്കുന്നുണ്ടോ സർവേശ്വര, അതെല്ലാം നീ അല്ലാതെ കൊണ്ട് വേറെ ആരാ ഉള്ളത്? എല്ലാം സർവം ത്വമേവ. ആ ഒരു ബോധം എനിക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിലെ അജ്ഞാനം പോയി മറയണു. അല്ലാത്തയിടത്തോളം കാലം ഇതിനെയൊക്കെ കണ്ടു ഭ്രമിച്ചിട്ട് എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എൻ്റെ ധനം എന്നുള്ള മട്ടിൽ അതിനെല്ലാം പുത്രേഷണ, വിത്തേഷണ, ധാരേഷണ, ലോകേഷണ എന്നുള്ള മട്ടിൽ എൻ്റെ മനസ്സ് കുടുങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ആ പാദത്തിലേക്ക് എത്താൻ പറ്റില്ലല്ലോ ഗുരുവായൂരപ്പ. അതുകൊണ്ട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എൻ്റെ മനസ്സിനെ ഒന്ന് മോചിപ്പിച്ചു തരാൻ അവിടത്തേക്ക് മാത്രമല്ലേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അവസാനത്തെ പൂവും സമർപ്പിക്കാൻ പോകുമ്പോഴേക്കും വെള്ളത്തിൻ്റെ അടിയിലേക്ക് അത്രയും താണ്ടാണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ? ബ്രഹ്മാദി ദേവന്മാരെല്ലാം ഗജേന്ദ്രൻ്റെ വാക്കുകൾ അങ്ങനെ ദിഗന്ധങ്ങൾ മുഴങ്ങി അങ്ങോട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ചുറ്റും വന്ന് നിന്നു. എന്താ? ഞങ്ങളെയാണോ സ്തുതിക്കണത്? ഞങ്ങളെ ഒന്നല്ല, സാക്ഷാൽ ബ്രഹ്മത്തിനെ തന്നെയാണ്. അപ്പോൾ ഗജേന്ദ്രനെ രക്ഷിക്കാൻ എന്ത് വേണം? ബ്രഹ്മം തന്നെ സ്വരൂപമെടുത്ത് വരും. എല്ലാവരും അങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും എന്താ? എത്തി ഭഗവാൻ. തത്രാഖിലാമരമയോ ഹരിരാവിരാസീത് തം തദ്ഗുണാർത്ഥോപലഭ്യ ജഗന്യവാസ സ്വത്വം നിശമ്യ ദിവിജയീ സഹ സംസ്തുവൽഭി ചന്ദോമയേന ഗരുഡേന സമുഖ്യമാന ചക്ഷായുധോപ്യഗമതാശു യദോ ഗജേന്ദ്ര. ഗരുഡൻ്റെ പുറത്തിയപിതാ ഭഗവാൻ മുമ്പിൽ വന്നു എന്ന് മാത്രമല്ല, തൻ്റെ സുദർശനം കൊണ്ട് ആദ്യം ആ ഗജേന്ദ്രൻ്റെ പാദത്തിൽ കടിച്ചു പിടിച്ച് കിടക്കുന്ന മുതലയ്ക്ക് ആദ്യം സൽഗതിയെ കൊടുത്തു. ഹൂഹു എന്ന ഒരു ഗന്ധർവൻ ദേവലൻ എന്നൊരു മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് മാറിയതാ. എന്നാണോ നീ ഭക്തന്റെ പാദം പിടിക്കുന്നത്, അപ്പൊ ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കുന്നതാണ്.
ഭഗവാനെ ഭജിക്കുന്നതിനേക്കാൾ ഫലം ആർക്കുണ്ടെന്നറിയോ? ഭഗവത് ഭക്തന്മാരെ സേവിക്കുന്നവർക്കുണ്ട് അല്ലേ? ഒടുത്തിരപ്പതാന്നൊക്കെ വെള്ളം കൊടുക്കണമുണ്ട്, ഇതെന്നെ മതി എന്നാണ്. ഇവിടെ വന്ന് ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുന്നവരെ സേവിക്കണുണ്ടോ? അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കണ്ടോ? ഗ്ലാസ് വെള്ളമാണെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതാ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടം. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അല്ലേ? ഇതൊന്നും കേൾക്കാനൊന്നും അവർക്ക് പറ്റില്ല. പക്ഷേ അവരെന്തിനാ അതൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മൾ 12:30 ചെല്ലുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കണം വേണ്ടേ? വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ നിങ്ങൾ പാവങ്ങളെ കിടന്ന് കഷ്ടപ്പെടണം നമുക്ക് വേണ്ടിയിട്ട്. ഗുരുവായൂരപ്പൻ ആദ്യം അനുഗ്രഹിക്കുക അവരെയാണ്. പിന്നെ അതാ ഇവിടെ 2-3 പേര് ഓടി നടക്കേണ്ട, എത്രയാ കഷ്ടപ്പെടുന്നത് അവർ. ഒന്നും മോഹിച്ചിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നതെല്ലാം. ആരുമില്ല അവരെ സഹായിക്കാൻ. രാത്രി ഇതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ പോകുമ്പോൾ സമയം എത്രയാവുന്നറിയോ? പാവങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും, നമുക്ക് തന്നെ സങ്കടം തോന്നും. അപ്പോൾ അവരോടാണ് ഭഗവാൻ ആദ്യം അനുഗ്രഹം കൊടുക്കുക. നമ്മൾ വരുമ്പോൾ കസേരയൊക്കെ എങ്ങനെ ഇട്ടിട്ട് പോവല്ലേ? രാവിലെ വരുമ്പോൾ ഇരിക്കാൻ പാർട്ടിന് എല്ലാം ആക്കി വെക്കണ്ടെങ്കിൽ ആരാ ഇതിൻ്റെയൊക്കെ പിന്നിൽ അല്ലേ? ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കണ്ടെങ്കിൽ എല്ലാത്തിനും. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ഭക്തന്മാരെ സഹായിക്കാൻ ആരെങ്കിലും തുനിയനുണ്ടോ? അവരോട് ഗുരുവായൂരപ്പൻ ആദ്യം ഇഷ്ടം വരിക, എന്നിട്ടേ ഭക്തന്മാരോടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഭക്തന്റെ പാദങ്ങളെ സേവിച്ചതായിരിക്കുന്ന ആ മുതലയ്ക്ക് ആദ്യം ഗതിയെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ തുമ്പി കിടന്ന് പിടിച്ചങ്ങോട്ട് ഉയർത്തിയപ്പോഴേക്കും മുന്നിലേവം ഹരിയെ താൻ മിന്നി മിന്നി കണ്ടു. ചക്രപാണി പാണി സ്പർശാൽ നഖപാശം പോട്ടി പച്ചിലദ്രു ഭയോടും സച്ചിതിന്ദ്രദ്യുമ്നൻ പുഞ്ചിരി തൂമാലർത്തൂകി പൊഞ്ചിലം പണിഞ്ഞു. ആ തുമ്പിക്കടത്തിൽ പിടിച്ചങ്ങോട്ട് ഉയർത്തുമ്പോ ഗരുഡോപരിത പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ടു. ദൃഷ്ട്വാ ഗരുത്മതിഹരിം കൗഭാത്തചക്രം ഉക്ഷിപ്യ സാംബുജകരം ഗരമാഹ കൃച്ഛാൽ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. തൻ്റെ മനസ്സാകുന്ന താമരപ്പൂവിനെ ഭഗവാന്റെ തൃക്കൈയിലേക്ക് അങ്ങോട്ട് കൊടുത്തപ്പോഴേക്കും ഭഗവാൻ ഗജേന്ദ്രോ ഭഗവത് സ്പർശാൽ വിമുക്തോ അജ്ഞാനബന്ധനാൽ പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസ ചതുർഭുജ. ഭഗവാന്റെ സ്പർശം ഏറ്റപ്പോഴേക്കും ആനയുടെ ശരീരമൊക്കെ കൊഴിഞ്ഞുപോയി ഭഗവാന്റെ സ്വരൂപമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കണു. തൻ്റെ സാമീപ്യം, തൻ്റെ സാരൂപ്യം കൊടുത്തു, തൻ്റെ സ്വരൂപമായിട്ട് മാറി. ഇനി എന്ത് വേണം? തൻ്റെ ലോകത്തിലേക്ക് ഭഗവാൻ കുണ്ഠിതമില്ലാത്ത വൈകുണ്ഠത്തിലേക്ക് ആ ഗജേന്ദ്രനെ അല്ല ഇന്ദ്രദ്യുമ്നനെ കൊണ്ടുപോവാണ് ഭഗവാൻ. 2 താക്ഷന്മാരിലേറി 2 പേരുമോക്കം അല്ലലഞ്ഞേ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണ്ണം ചേർന്നവാനിൽ ചേരിയറ്റി പൊങ്ങി അമ്പകർന്നോരും ഭഗോനും അമ്പറന്നോടുമ്പോൾ അഗ്നി തൊട്ട ദേവവർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. തൻ്റെ ഗരുഡനെ പോലെ മറ്റൊരു ഗരുഡനെ ഉണ്ടാക്കി അതിൻ്റെ മുള്ളങ്ങോട്ട് കയറ്റിയിരുത്തി എന്തെന്നില്ലാത്ത ആനന്ദത്തോടുകൂടി ഭഗവാൻ കുട്ടിതമില്ലാത്ത വൈകുണ്ഠത്തിലേക്ക് അവസാനം ഭഗവാനായി ചേർന്നു എന്ന് പറയാം. ഇതാരുടെ കഥയാണ്? ശരിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് അല്ലേ? എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ മറന്നു പോകണു. ആരുമില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. എല്ലാവരും കൂടെ ഉണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും ആർക്കും നമ്മളോട് വലിയ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. നമ്മൾ വിചാരിക്കുക നമ്മുടെ ഒരു തോന്നലാണ്, എന്നോട് വലിയ ഇഷ്ടമാണ്, അത്ര ഭർത്താവിന് ഇഷ്ടം, ഭാര്യയ്ക്ക് ഇഷ്ടം, മക്കൾക്ക് ഇഷ്ടം, ബന്ധുക്കൾക്ക് ഇഷ്ടം, ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ്. എല്ലാവരും പുറമേ നിന്ന് ചിരിക്കുന്നതല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ വളരെ വളരെ അപൂർവം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം വെറും മൂടുപടം മാത്രമാണ്, നമ്മളെ പറ്റിക്കലും മാത്രമാണ്, അല്ലാണ്ട് വേറൊരു കാര്യമില്ല. എല്ലാവർക്കും ഒരു അനുരാഗം മാത്രം. അത് ഭാഗവതം പറയേണ്ടത് ആർക്കാ സ്നേഹമുള്ളത്? അനുരാഗം മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുക എന്നോട് എന്തൊരു ഇഷ്ടമാണെന്നറിയോ എന്നൊക്കെ തോന്നും. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുക അതിന് എളുപ്പമായിട്ടേ, ഒരാള്
ഭാര്യയും കുട്ടികളെയും കൊണ്ട് വഞ്ചി കിടക്കുന്ന സമയത്ത് വഞ്ചിയിൽ നദി കിടക്കുമ്പോൾ നല്ല കാറ്റ് വീശി വഞ്ചി മറിഞ്ഞു അത്ര. നല്ല ഒഴുക്കുള്ള നദിയിൽ കുട്ടികൾ ഒഴുകി പോകാൻ കണ്ടപ്പോൾ അയാൾ ആദ്യം ചാടി വീണ് കുട്ടികളെ രക്ഷിക്കാൻ പറ്റുമോ നോക്കി. അത് ഒഴുകിപ്പോയപ്പോൾ അന്ന് പോട്ടെ വിചാരിച്ചു. ഭാര്യ പിടിക്കാൻ നോക്കിയപ്പോൾ ഭാര്യ ഒഴുകിപ്പോയപ്പോൾ അടി അയച്ച് അവിടെ പോയി വിചാരിച്ചപ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ. അയാൾ എന്ത് ചെയ്തു, നീന്തി വേഗം കരയിൽ കയറിയിരുന്നാണ്. കയറിയിട്ട് അയാൾ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. അയാൾ പോയി അടുത്ത പരസ്യം കൊടുത്തു, ഒരാളെ ആവശ്യമുണ്ട്. അത്ര തന്നെ ഉള്ളൂ. നമ്മുടെയൊക്കെ കഥകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ചിന്തയുണ്ടാകണം. ഒരിക്കൽ പോലും എപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ കണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ വിളിച്ചിട്ടുണ്ടോ, ഭഗവാൻ മാത്രം നമ്മളെ കൈവിടില്ല. നീ അന്ന് എൻ്റെ നാമം ജപിച്ചില്ലേ, എങ്ങനെ നിന്നെ ഞാൻ മറക്കുന്നതാണ് ഭഗവാൻ. നമ്മൾ മറന്നാലും നമ്മളെ മറക്കാതെ കൊണ്ട് കൂടെ ഇരുത്താൻ അതിനൊരു മഹാഭാഗ്യമാണതാ ഈ ഭാഗവതം. നമുക്കിതേപോലെ കിട്ടണത് അതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഇവിടെ വന്നിരുന്ന് കണ്ണൻ്റെ കഥകൾ പാടാനും കേൾക്കാനും നമുക്ക് നാമം ജപിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ നമുക്ക് തരാൻ പോകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ നന്ദിയാണ്. എന്തോ ഒരു നല്ലത് നമുക്ക് വരാൻ പോകണു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നമുക്ക് ഇതേപോലെ നടത്താൻ സാധിക്കുന്നതെല്ലാം. എത്രയോ ക്ഷേത്രങ്ങളിൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എന്നൊക്കെ ഞങ്ങളൊക്കെ വായിക്കാൻ ചെയ്യുന്ന സങ്കടം വരും. ആരെങ്കിലും ഒന്ന് വന്നിരുന്നാൽ പാലിയിൽ അദ്ദേഹം ഒരു വലിയ അമ്പലത്തിൽ വായനയ്ക്ക് പോയിട്ട് ഒരാളും ഇല്ലാത്ത 11 മണിയായി 12 മണിയായി എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ, വായിച്ചപ്പോൾ തീരും. എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ കണ്ട അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം. അദ്ദേഹം നോക്കിയപ്പോൾ ടൗണിൻ്റെ നടുക്ക് കിടക്കുന്ന അമ്പലമാണ് അത്ര. എന്നിട്ട് എന്താ ഒരാളില്ല. അദ്ദേഹം അവിടെ ജംഗ്ഷനിൽ ചെന്നിട്ട് പതുക്കെ ഭാഗവതമൊക്കെ മടക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഓടി ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഒരാളെങ്കിലും ഒന്ന് വന്നിരിക്കും, ഒത്തിരി നേരം ഒന്ന് കഥ പറയാൻ വേണ്ടിയിട്ടാണ് അത്ര, ഗുരുവായൂരപ്പൻ്റെ കഥ പറയാൻ. ഞങ്ങൾക്കൊന്നും സമയമില്ല തിരുമേനി അവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ മല്ലൂർ അദ്ദേഹം വായിക്കുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം ഇരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മല്ലൂർ അദ്ദേഹം ഇരുന്ന് ഭാഗവതം പറയാം, ഒരു പെൺകുട്ടി മാത്രം മുമ്പിൽ വന്നിരുന്നു. ഇങ്ങനെ അവൾ മാത്രം ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ട്. എത്ര അത്ഭുതമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ അല്ലേ. അപ്പോൾ അത് എത്രയും പുണ്യം വേണമെന്ന് പറയാം. നമുക്ക് നന്മ വരണു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുക. അല്ലെങ്കിൽ എത്ര ദൂരെ നിന്നൊക്കെ ഓരോരുത്തർ വന്നത് പിന്നിലേക്ക്. അപ്പോൾ അതൊക്കെ വരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഒരു ഗുരുനാഥ ഇവിടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ഓർത്തിട്ടാണെങ്കിലും അവർ വന്നത്. അത് മാത്രമല്ല ലക്ഷ്യം, അല്പനേരം ഭാഗവതം കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ, അത് മതി എന്നാണ്. ഒരു നന്മ വരണം എന്നുള്ള ലക്ഷണമാണ്. ദൂരെ നിന്ന് പോലും ആളുകളെ ഭഗവാൻ ഇവിടെ ഇരിക്കുന്ന തേവരിപ്പിട്ട് വരുമെന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുക. അല്പനേരം ഇവിടെ ഇരുന്നിട്ട് പൊക്കോളൂ. ഈ നാട്ടിലുള്ളവരോട് ഇവിടെ നിൽക്കണ്ടാട്ടോ, പൊക്ക എവിടേക്കെങ്കിലും പൊക്കോളാൻ പറയും. ഇവിടുന്ന് വേഗം ഒരു ഫോൺ കോൾ വരുത്തും ഭഗവാൻ. ഈ നാട്ടിലേ നിൽക്കണ്ടെങ്കിൽ ഭാഗവത് തരുമ്പ് പോലും കേൾക്കേണ്ട പൊക്കോളാൻ പറയും. കോഴിക്കോടിന് അപ്പുറത്തേക്ക് വിടും. അപ്പോൾ അവിടെ ഉള്ളവരെ ഭഗവാൻ വിളിച്ച് ഇങ്ങോട്ട് വരുത്തും. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാണ് ഭഗവാന്റെ ലീലകൾ ഓരോന്നും. നമുക്ക് നന്മ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. നമ്മളെ കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഇവിടെ വന്നിരിക്കാൻ സാധിച്ചെങ്കിൽ അത് മാത്രം മതി. എപ്പോഴും ആ ഒരു കാരുണ്യത്തിനെ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഭഗവാൻ അത്രയും ഒരു കാരുണ്യം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ആ കാരുണ്യത്തിന് വേണ്ടി ഇനിയും നമ്മൾ പ്രാർത്ഥിക്കാം. കാരുണ്യം കൂടും ഗുരുവായൂരപ്പാനിൻ കാരുണ്യ വർഷത്തെ കാത്തിരിപ്പൂ. ആ കാരുണ്യത്തിനെ കാത്തിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പം കൂടി വായിച്ചിട്ട് ഇനി വാമനാവതാരത്തിലേക്ക് കിടക്കുകയാണ്. അതിന് കദളിപ്പഴമാണ് പ്രധാനമായിട്ടുള്ള നിവേദ്യം. വേണ്ടവർക്കൊക്കെ അത് സമർപ്പിക്കുക. സുഹൃത്ത ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.